നമ്പർ 14 ഷീബ. നിങ്ങൾ അവിടെ ഇരിക്കണം, വിളിക്കാം. ഇരിപ്പ് തുടങ്ങിയിട്ട് 2 മണിക്കൂറായല്ലോ. ഞങ്ങളേക്കാൾ മുമ്പ് വന്നവരൊക്കെ പോയി. മണിക്കൂറിന്റെ കണക്കൊന്നും ഇവിടെ പറയണ്ട, ആവുമ്പോ വിളിക്കാം. ഇവിടെ എന്താ വല്ല സദ്യ അമിട്ടാണോ ആവുമ്പോ വിളിക്കാൻ? മിണ്ടാതിരിക്കുന്നേ, നമ്മൾ ക്ഷമിച്ചില്ലേ പറ്റൂ. ഞാൻ ഇറങ്ങിക്കോളാം. ലോകത്ത് ആരും ഇതിനു മുമ്പ് ഗർഭിണിയാവാത്ത പോലെ. ലോകത്ത് പലർക്കും ഗർഭമുണ്ടായി കാണും, പക്ഷെ എന്റെ ഭാര്യ ഗർഭിണിയാകുന്നത് ഇതിനാദ്യമായിട്ടാ. ഏതാ? നല്ല തിരക്കാണല്ലോ. അതല്ലേ നേരത്തെ ഒന്ന് ടോക്കൺ എടുത്തു. നമസ്കാരം സിസ്റ്റർ. 10 വിളിച്ചായിരുന്നോ? 10 നമ്പർ 10 സരസ്വതി, വയസ്സ് 23. 10 എപ്പോഴേ വിളിച്ചു? സോറി, ഓട്ടോറിക്ഷ കിട്ടാൻ താമസിച്ചു പോയി. അപ്പൊ അടുത്തേക്ക് പോവാലോ. അതെങ്ങനെ? ഇനിയിപ്പോ ഏറ്റവും അവസാനേ പറ്റൂ. ആകെ സിസ്റ്റർ അത് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാ. 10 മണിക്ക് സ്കൂളിലെത്താനുള്ളതാ. അതിന് ഇവിടെ പേര് വിളിക്കുന്നതിന് മുമ്പ് വരണ്ടേ? നമ്പർ 15 സരള. സിസ്റ്റർ പ്ലീസ്. പറ്റില്ല, തിരക്കാണെങ്കിൽ നിങ്ങൾ പോയിട്ട് സൗകര്യമുള്ളപ്പോ വന്നാ മതി. ഇതെന്നാ പറച്ചില്ല? സൗകര്യം നോക്കിയാണോ ഡോക്ടറെ കാണാൻ വരുന്നത്? ഇന്നാണ് ഡോക്ടറെ കാണേണ്ട ഡേറ്റ്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഒന്ന് ടോക്കൺ എടുത്തത്. ഒരു ന്യായം വേണ്ടായോ? ഇവർക്ക് അല്ലേലും തന്റെ ഇത്തിരി കൂടുതലാ. ഇത്തിരി? താൻ ബഹളം ഉണ്ടാക്കാൻ തന്നെ വന്നാണോ? താനോ? ഞാനൊരു അധ്യാപകനാണ്. തോമസ് കുര്യൻ, MA BEd. സംസാരിക്കുമ്പോ മര്യാദ പാലിക്കാൻ പഠിക്കണം ആദ്യം. എന്താ ഇവിടെ പ്രശ്നം? ഡോക്ടർ, ഞങ്ങൾ 2 പേർക്കും രാവിലെ 10 മണിക്ക് സ്കൂളിൽ എത്താനുള്ളതാ. ടോക്കൺ 10. വരാൻ ഇച്ചിരി എന്നാ ചെയ്യാൻ? ആട്ടോ സമയത്ത് കിട്ടണ്ടായോ? അതിന് ഇവരൊരു മാതിരി മനുഷ്യപ്പറ്റില്ലാതെ. അടുത്തത് ഇവര് വിട്ടോളൂ. ചെല്ല്. ഇതെന്നാ വാഴയ്ക്ക് ഉണ്ടാക്കാനാ പാഞ്ഞു പോകുന്നത്? പിടിച്ചു നിർത്തിട്ട് പൊട്ടിക്കാൻ ആളില്ലായിട്ടാ. എത്രാമത്തെ ബസ്സാ നിർത്താതെ പോകുന്നു? പറഞ്ഞിട്ട് കാര്യമില്ല സാർ, നമ്മുടെ നാട് നന്നാവില്ല. നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി സമയത്തിന് ബസ് നിർത്താൻ യൂണിയൻ ഉണ്ടാക്കേണ്ടി വരും. ഉമ്മല്ല യൂണിയന്റെ എണ്ണം വരുന്നത്. ബെല്ലടിക്കാൻ 10 മിനിറ്റേ ഉള്ളൂ. താമസിച്ചതിന് പോകുമ്പോ ഞാൻ കാണണ്ടായോ? എന്തായാലും ബസ് വന്നാലേ പോകാൻ പറ്റൂ. വരുന്നുണ്ട് ഒരെണ്ണം, അതെങ്കിലും നിർത്തൂ നോക്കാം. നിർത്തിയാ ഭാഗ്യം. അതിന്റെ പൊന്നനിയ നമുക്ക് മാറിക്കേ. ഒരു ഗർഭിണിയാണേ. ഹലോ, നിങ്ങൾ എന്താണ് നോക്കി എന്റെ ഭാര്യയാണ്. ഇതെല്ലാരും ഭാര്യയാണ്. എന്റെ ഭാര്യ അവള് വയറും വെച്ചോണ്ട്. ഇത്തിരിയല്ല, 35 മിനിറ്റ് വൈകി. അല്ല ടീച്ചർ, സരസ്വതി ഡോക്ടറെ കണ്ട ദിവസമായിരുന്നേ. അപ്പൊ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നപ്പോ ബസ് കിട്ടാൻ വൈകി. സരസ്വതി ടീച്ചർ സമയത്തിന് എത്തിയല്ലോ. എന്നാ പറയാനാ? ബസ്സിലോട്ടൊന്ന് ഇടിച്ച് ഒന്നും അല്ല കാര്യം. ജോലിയിൽ ആത്മാർത്ഥതയില്ല. NAയിലെ കുട്ടികൾക്ക് ഇന്ന് ഫസ്റ്റ് പീരീഡ് മാസ്റ്റർ ക്ലാസ് വെച്ചിരുന്നല്ലേ, അത് പോയി. എന്ന് പറഞ്ഞാ നിങ്ങളെപ്പോലുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് പാവം കുട്ടികളാ വഴിയാതരാവുന്നത്. എന്റെ ഒരു പീരീഡ് പോയെന്ന് വെച്ച് പിള്ളേർ എങ്ങനെ വഴിയാതാരാവുന്ന? കൂട്ടം കഴിഞ്ഞു ഞാനിവിടെ പഠിപ്പിക്കുന്നില്ലായോ? അതുകൊണ്ടായില്ലല്ലോ. കൃത്യനിഷ്ഠ വേണ്ടേ? അതെല്ലാവർക്കും വേണ്ടായോ? സമയത്തിന് ബസ് ഓടാത്തതും ഓടുന്ന ബസ്സിനകത്ത് എന്നെ കയറ്റാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? ആരുടെ കുഴപ്പം കൊണ്ടായാലും ശരി, ഇത്ര ലേറ്റ് ആയിട്ട് വന്നിട്ട് ഇനി ഒപ്പിടാൻ പറ്റില്ല. മാസ്റ്റർ ഹാഫ് ഡേ ലീവ് എടുത്തോളൂ. എന്തിനാ ഹാഫ് ഡേ ആക്കുന്നത്? ഫുള്ളായിക്കോട്ടെ. ടീച്ചറെ, എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ഞാൻ ഇതേവരെ തോറ്റിട്ടില്ല. പിന്നെ
ഗ മ പദ നി സ സരി ഗ മ എന്നാത്തിനെ പൊക്കി പാടുന്ന ഈ അവസ്ഥയില്? സാധ്യപ്പാട് അത് പാടല്ലേ? അത് വേണ്ട, ശ്വാസം മുട്ടും. അതൊക്കെ ഇരിക്കട്ടെ. എപ്പോ വന്നു? അയ്യോ, ഒന്നും പറയണ്ട. തോമസ് മാസ്റ്റർ ഇത് എന്ത് വിചാരിച്ചിട്ടാ? മാഷോ ക്ലാസ് എടുക്കുന്നില്ല. ടീച്ചറെങ്കിലും പഠിപ്പിച്ചോട്ടെ. ടീച്ചറെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കൂടിയാണ്. അത് ടീച്ചർ പലപ്പോഴും മറക്കുന്നു. അത് വീട്ടില്. ഇവിടെ സൊള്ളാനും സല്ലപിക്കാനും ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾ അത് കണ്ടാ വളരുന്നേ. ഏത് കണ്ട്? മാഷേ, എന്നെ കൊണ്ട് അതും പറയിക്കരുത്. നിങ്ങളുടെ പ്രേമം തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവളാ ഞാൻ. പക്ഷെ ഒരു കാര്യം മാത്രം ടീച്ചറിന് അറിഞ്ഞൂടാ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. അതറിയണേ കല്യാണം കഴിക്കണം. ടീച്ചറിന് അതിനുള്ള യോഗത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രശ്നം. ഇതിനകത്ത് വെള്ളം വരുന്നില്ല. അതൊക്കെ ഒന്ന് അഴിച്ചു നോക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഈ വീട് വാടകയ്ക്ക് കൊടുത്തുള്ള ശല്യം അതാ. വെള്ളമില്ല, വെളിച്ചമില്ല, അതില്ല. അല്ല, ഇപ്പൊ ഈ തുണിയലക്കലൊക്കെ മാഷ് തന്നെ ആയോ? എന്നാ ഞാൻ അലക്കിയ വെളുക്കലായിരിക്കും. പുരുഷന്മാർ ഇത്തരം വീട്ടുജോലികൾ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീയെ നിർത്തുന്നതാണ് നല്ലത്. എന്നാ ചെയ്യാനാന്ന് പെമ്പറന്നൂർ സമ്മതിക്കണ്ടായോ? താരസൂനൊന്നും ഇഷ്ടമല്ല. സംശയം അല്ലേ? ഈ പ്രണയ വിവാഹത്തിനുള്ള ഒരു പ്രധാന തകരാർ അതാ. അല്ലത് സംശയമല്ല, വിശ്വസിച്ച് നിർത്താനുള്ള കക്ഷിയെ കിട്ടണ്ടായോ? ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടില് ഒരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു. അവക്കാണെങ്കിൽ ആ ചുറ്റുവട്ടത്ത് ചില ചില്ലറ ബന്ധങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ 2 സ്കൂളിൽ പോയാൽ പിന്നെ സൗകര്യം ഇല്ലയോ? സംഗതി അറിഞ്ഞപ്പോ സരസു അവളെ അങ്ങ് പറഞ്ഞയച്ചു. അവസാനം ചീത്തപ്പേരാർക്കാ? എനിക്ക്. ഞാൻ അവളെ ഏതാണ്ട് ചെയ്തെന്നോ സരസു അത് കണ്ടെന്നോ നാട്ടുകാരുടെ മുമ്പ് അവസാനം ഞാനങ്ങ് വടിയായി. അല്ല, അതിൽ സത്യം വല്ലതുണ്ടോ? പാപ്പനാനേരെ, എന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്നെ നായരെന്ന് വിളിക്കരുത്. 30ാമത്തെ വയസ്സിന് മുറിച്ചതാ ഞാൻ എന്റെ വാല്. വാലോ? ആ, നായരെന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാ. ഉദാഹരണത്തിന് ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷക്ക് ഞാനിത് തന്നത്. നിങ്ങളൊക്കെ ജാതിയും മതവും ഇല്ലാത്തൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ? ഓ, അങ്ങനെ വലിയ പുരോഗമനവാദമൊന്നും എനിക്കില്ല. എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തി പെണ്ണെ കല്യാണം കഴിച്ചത്? എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി, സരസൂന എന്നെ. 2 വീട്ടുകാരുടെ കയറി അങ്ങ് എതിർത്തു. എന്നാ ചെയ്യാനാ? ഞാനിഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട. സ്നേഹവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൊണ്ട് കയറി ചെല്ലാനും പോകുന്നില്ല. അതാണ് ആണത്വം. ഓ, അങ്ങനൊന്നുമില്ല. ഒന്നും കഴിച്ചില്ലല്ലോ. മതി. ഇനി രസം കൂട്ടി ഇത്തിരി കൂടി ഉണ്ണ. വേണ്ട, മതിയായിട്ടാ. എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുത്തൂല്ലേ? എന്നാരാ പറഞ്ഞ്? മുഖം കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? മത്സ്യവും മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴിയാൻ മതി. ഞാനൊരു കാര്യം പറയാം. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത് ഏതാ? അതേ നമുക്ക് വേണ്ടു. അല്ലാതെ എന്റെ ഇഷ്ടം സരസുവിന്റെ ഇഷ്ടം അങ്ങനൊന്നുമില്ല. ഇറച്ചി മീനുമൊക്കെ മൂക്കുമുട്ടയാൻ വെട്ടിയിട്ടുണ്ട്. അന്നൊക്കെ 3 നേരം കാണും വീട്ടില്. ആട്, കോഴി, പോത്ത്, പന്നി. അപ്പച്ചന് പന്നിന്ന് വെച്ചാ പ്രാണനാ. അതുപോലെ ഈ മീൻ പൊള്ളിക്കുന്നത്, ഇത്രേശമുള്ള മത്തി, അതിന്റെ ചെതുമ്പലൊക്കെ ചെത്തി കുടലും മണ്ടൊക്കെ കളഞ്ഞ് അതിന്റെ പുറത്തോട്ട് ഉപ്പും മുളകും കൂടെ തേച്ച് പാടയിലെ അങ്ങനെ നിരത്തി വെക്കും. എന്നിട്ട് അതിന്റെ മീതെ വേറൊരു വാഴവല ഇട്ട് മൂടും. ഏതാ? എന്നിട്ട് പൊള്ളിക്കും. വെന്ത് കഴിഞ്ഞാൽ അവന്റെ തലയിലോട്ട് പിടിച്ച് പല്ലിനിടയ്ക്ക് വെച്ച് ഒറ്റ വലിയ മുള്ളു മാത്രം കയ്യിലിരിക്കും. മാതാവേ, എന്നാ സ്വാദാ! എന്നാ സരസു? എന്നാന്ന്? ഒന്നുമില്ല, പറയണ്ടാതൊന്നും. നിർത്തി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ല. പിന്നെ എന്നതിനായി കണ്ണു നിറഞ്ഞേ? ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തി പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ? അത് പ്രതീക്ഷിക്കുന്നത്.
അപ്പ പാവ. സരസ്വന് ഞാനില്ലേ, അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും. നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളോട് വരാൻ പോവല്ലേ. ഈ ലോകത്ത് നമ്മൾ 3. കണ്ടോ, ആകെ ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നുള്ളൂ. അത് തിന്ന് തീർത്തു. മതി, വേഗം ചെന്ന് കുളിക്കൂ. കൂടി വൈകുന്നേരമാക്കി എന്നാ? വേണ്ട വേണ്ട വേണ്ട, കാലത്തന്നെ ആയിക്കോട്ടെ. ഓരോ ശീലങ്ങള്. അതിന്റെ അല്ല, നേരം വേണ്ടെന്ന്. ഒരു 10 മിനിറ്റ് എങ്ങാനും വൈകിയാലാ ഹെഡ്മിസ്ട്രസിന്റെ മോന്ത എന്നതാ? വേണമെന്ന് വെച്ചാൽ നേരം വൈകാണ്ടൊക്കെ പോവാം. ആ അത് നേരാ. പക്ഷെ അടുക്കള പണിക്ക് വേറെ ആളെ നിർത്തണം. ഇതൊന്നും കെട്ടിയവന്റെ പണിയല്ല. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ന് അപ്പൊ എന്റെ കുറ്റം അല്ലേ? ഈ അവസ്ഥയിലുള്ള പണിയെല്ലാം നിന്നെ കൊണ്ടെടുപ്പിച്ചിട്ട് ഞാൻ കയ്യും കെട്ടിയങ്ങി ഇരിക്കണം അല്ലേ? അനുഭവിക്കുക തന്നെ അല്ല, എന്നാ ചെയ്യാനാ? അതൊക്കെ ഓ എന്നാ എന്നാ പറ്റി? ഒന്നുമില്ല, കൈ തെറ്റിയതാ. എങ്ങനെ പൊള്ളിയോ? ഇല്ലെന്ന്. ഇനി ഇവിടെ വെപ്പും വേണ്ട കുടിയും വേണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും? കഴിക്കണ്ടാന്ന്. ചേട്ടാ, ഒരു വേലക്കാരി പെണ്ണ് നിർത്താന്ന് പറഞ്ഞാൽ അതൊക്കെയല്ല. ഒക്കാണ്ടല്ല, ഒരു അനുഭവം ഉണ്ടല്ലോ. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ട. അയ്യോടി, പറയുന്നവര് പറയട്ടെന്ന്. ഇനി ഇവിടെ തീ പോയെന്നുണ്ടെങ്കിൽ ഒരു പണിക്കാരി വന്നിട്ട് മതി. മാസം എടുക്കാറായി. ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും ഒരു പെണ്ണിന്റെ ആവശ്യം വരുവേ. അപ്പൊ എന്നാ ചെയ്യും? എന്നാ പിന്നെ 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി മതി. എന്നാ പിന്നെ കുട്ടിയെ മാത്രം ആക്കണ്ട, കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി കളിപ്പിച്ചോണ്ടിരിക്കാം. അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞൊരു തള്ള. അപ്പൊ പിന്നെ എന്റെ പടലേക്ക് ആയിക്കൊള്ളുമല്ലോ. മരുന്നും മന്ത്രവും കുഴമ്പമായിട്ട് പണിയെടുക്കാൻ ഹെൽപ്പുള്ള ഒരു സ്ത്രീ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ. അത്രയ്ക്കുള്ള പണി ഇല്ല ഇവിടെ. കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ. എനിക്ക് പറ്റത്തില്ല. മാഷൊന്നും കൂടെ വന്ന് 200 കൊടുത്ത് തൊലയ്ക്കുന്നതാണ് നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു? ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു. ആ 200 പക്ഷെ ഇന്ന് തന്നെ അങ്ങ് വരണം. ധൃതി പിടിക്കല്ലേ. ചോദിക്കട്ടെ, മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ? മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മടി. വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിലൊന്ന് സഹായിച്ചു തന്നാ മതി. ഭാര്യകളൊക്കെ വരുത്തുന്നുണ്ടോ? വാരികൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല. ഏത് വേണമെങ്കിൽ വരുത്തി തരാം. അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാൽ മതി. VCR-ഉം TV ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആ അത് രണ്ടും ഇല്ല. പിന്നീട് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ. നിങ്ങൾ എന്നാത്ത എന്നെ കൂടെ കെട്ടിയെടുത്തത്? മാഷ് ദേഷ്യപ്പെടല്ലേ? എന്നാ ആംഗാണ് ആ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, TV വേണം, VCR വേണം, നാളെ ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല. കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ BA-ക്കാരനെയും MA-ക്കാരനെയും കിട്ടിയെന്ന് വരും. പക്ഷെ വേലക്കാരത്തെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്റെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കൂ. കയറിയിരിക്കുന്നേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവര് കാലത്തെ ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല. ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയുമില്ല. ശമ്പളം എത്ര വേണ്ടേ? ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ? വേണം മോളെ. അമ്മ ചെട്ടടി നാണിക്കാതെ. നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ. ശരിയല്ലേ? നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്? അതെ. ചെല്ലും മോളെ. സംസാരിക്കും മാഷെ? ഞാനെന്നാ സംസാരിക്കാനാ? എന്നാ ഞാൻ സംസാരിക്കാം. എന്താ കുട്ടിയുടെ പേര്? കോമളം. അസല് പേര്. വിവാഹം കഴിച്ചതാണോ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. വളരെ നന്നായി. ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലേ വീട്ടിനെ പറ്റിയുള്ള ആലോചന വരും. നമ്മുടെ അവിടുത്തെ ജോലിയിൽ ശ്രദ്ധ കുറയും. മാഷ് ഭാഗ്യവാനാ. എന്താ പേര്? പത്മനാഭൻ നായർ. നായർ എന്നുള്ള വാല് ഞാൻ 30 വർഷം മുമ്പേ മുറിച്ചു. ഞാനും മാഷും ഒക്കെ പുരോഗമനവാദികളാ. ചേട്ടന്റെ പേര് ചോദിച്ചേ. എന്റെ പേര് തോമസ് കുര്യൻ. നിങ്ങൾക്ക് വരാൻ സമ്മതമാണല്ലോ? സമ്മതമാ. ശമ്പളം? ചേട്ടന്റെ ഇഷ്ടം. വേറെ ഡിമാൻഡ് വല്ലതും? വേറെ വല്ല? വെറും ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറാതിരുന്നാ മതി. എനിക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടില്ല.
ഇവിടെ അതിന് ഒരു കുറവും ഉണ്ടാവാൻ പോണില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ഇനി അതും പോരാത്തതിന് ഞാൻ തൊട്ടടുത്താ താമസം. ഏത് അർദ്ധരാത്രിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒരു കാക്കയെ പറഞ്ഞേച്ചാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ആശ്വാസമായി. ഇവിടെ എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞതാ. ഇന്നൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. നാളെ അമ്മയും കൂട്ടി വരാമെന്നാ വിചാരിച്ചേ. പിന്നെ ചേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞപ്പോ. ചേട്ടനോ? ശരി ശരി, അകത്തേക്ക് പോ. ആ ടീച്ചറെ, അങ്ങനെ അങ്ങോട്ട് മിണ്ടാതെ പോയാലോ? ഇന്ന് കാലത്തെ തുടങ്ങിയുള്ള അലച്ചില. ടീച്ചറെ മാത്രം ആലോചിച്ച ഒരു ചായ വേണം. പിന്നെ പുതിയ പെണ്ണിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യാലോ. പാലില്ല, പിന്നെ പഞ്ചസാരയും തീർന്നിരിക്കുക. ഓഹോ, അത് ശരി. മാഷേ ഒരു മിനിറ്റ്. മാഷ് വിഷയകാര്യങ്ങളിൽ എങ്ങനെയാ? എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഏത് വിഷയവും ഞാൻ എടുക്കും. മലയാളമാണ് എന്റെ സബ്ജക്ട്. അതല്ല ചോദിച്ചത്, സ്ത്രീ വിഷയങ്ങളിൽ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. നാളെ വരാം. എന്തായിരുന്നു രഹസ്യം പറച്ചില്? അത് അയാൾക്ക് ഒരു ട്യൂഷൻ എടുക്കാമെന്ന് ചോദിച്ചാ. അയാൾക്കോ? അയാൾക്കാണെന്ന് തോന്നുന്നില്ല. മോനോ മോക്കോ ആയിരിക്കും. അയാളുമായിട്ട് അധികം കൂട്ടിട്ടൊന്നും വേണ്ട കേട്ടോ. എന്നാ പറ്റി? അയാൾ അത്ര ശരിയല്ല. അപ്പുറത്ത് നിന്ന് പല്ലേച്ചേ, ആ പെണ്ണ് മുറ്റടിച്ചോട്ടെ. അടിച്ചോട്ടെ, ഞാനവിടെ നീല് മുഴുവൻ പൊടിയാവുന്നു. അത് സാരമില്ല, ഞാൻ കുടിക്കാൻ പോവാം. കോമളം അപ്പുറത്തേക്കല്ലേ, മുറ്റം പിന്നെ അടിക്കാം. ശരി ചേച്ചി. നീ എന്നാത്തിനാ പെണ്ണെ പറഞ്ഞയച്ചത്? ഒരു അടക്കം ഒതുക്കൂല പെണ്ണിന്. അത് വീട് അവളെ കണ്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയാലോ എന്നുള്ള പേടി. അങ്ങനെയൊന്നുമല്ല, ഒരു വൃത്തിയില്ല ആ സാധനത്തിന്. നഖത്തിന്റെ ഇടയിൽ മുഴുവൻ ചെളിയും. ദേ, അവൾ ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിക്കില്ല കേട്ടോ. ഇപ്പൊ എന്നാ ചെയ്യണമെന്നാ? നമുക്ക് വേറെ ആളെ നോക്കാം. കല്യാണത്തിനാണെങ്കിൽ എത്ര പെമ്പിള്ളേരെ കിട്ടും. പണിക്കൊരു പെണ്ണെന്ന് വെച്ചാ പാടാ. ഓ, നീ തൽക്കാലം എവിടെ വെച്ചു അഡ്ജസ്റ്റ് ചെയ്യും. അതല്ല, കോമളം ഇങ്ങോട്ട് വരൂ. എന്റെ ചേച്ചി, ദേ വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. അയ്യോ, ഞാനാ ടൈപ്പൊന്നുമല്ല. മനസ്സിലായി? ഞങ്ങൾ സ്കൂളിൽ പോയാ ഉമ്മറത്തെ വാതിലടച്ച് സാക്ഷി ഇട്ടോണം. ശരി, വന്നേ. വസ്ത്രം ധരിക്കുന്നതേ ശരീരം മറക്കാനാ. ദാ ഈ സാരി എടുത്ത് തന്നാ മതി. അയ്യോ ചേച്ചി, ഇതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് എന്റെ അടുത്തില്ല. ബ്ലൗസ് വാങ്ങിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. जनगणमङ्गलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. നീ വീട്ടിലേക്ക് ഡാൽഡ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഡാൽഡ? ഞാനോ? മാഷേ, ടീച്ചറെ, ഞാൻ കാരണം പിള്ളേരൊന്നും മര്യാദ ആകുകയല്ല. ഞാൻ ക്ലാസ്സിലേക്ക് പോവാ.
എന്നെ കളിയാക്കാൻ പറയാ. അങ്ങനെയൊന്നുമില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ വീട്ടിലേക്ക് ഒരുത്തൻ കയറി വന്നാൽ ആരായാലും കോമളത്തിനെ കണ്ടാൽ ഈ വീട്ടിലൊരു അംഗം എന്നല്ലാതെ വാലിക്കാർക്ക് അത് പറയില്ല. അത്രയ്ക്ക് മുഖശ്രീയാ. ഞാൻ ഇതിനെ കൂടെ പോവുമായിരുന്നു. അപ്പോഴാ വാല് തുറന്നു കിടക്കണുണ്ടത്. മാഷും ടീച്ചറും വന്ന് കാണുമായിരിക്കുമല്ലോ എന്ന് കരുതി ഞാനിങ്ങോട്ട് കയറിയതാ. ഇല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കോമളം പറഞ്ഞു കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ചില ഉപദേശങ്ങളെല്ലാം, അല്ല എന്റെ മോളാവാൻ പോലും പ്രായമില്ല. കോമളം അകത്ത് പോ. നല്ല സ്വഭാവ ഗുണമുള്ളൊരു കുട്ടിയാ. അല്ല അത് പിന്നെ എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നല്ല ഒന്നാം തരം നായർ കുടുംബത്തിൽ പറഞ്ഞതാ. അല്ല പുരോഗമനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊന്നും വലിയ കഥയില്ല. അപ്പൊ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? അല്ല അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? എന്നെ സംഭവിച്ചിട്ട് കൊണ്ടുവന്ന് ആക്കിയാ മതി. ഈ കുന്തത്തിനെ പറഞ്ഞയച്ചാൽ വേറൊരെണ്ണത്തിനെ കണ്ടുപിടിക്കണ്ടായോ? ഒരാളും വേണ്ട. ഉണ്ടാവുന്ന എനിക്ക് ബുദ്ധിമുട്ട്. ആ ശരി, നീ വിഷമിക്കായിരിക്കും. ഇന്ന് തന്നെ അതിനെ കെട്ടിയെടുക്കാം. എങ്കിലും ചേട്ടൻ എന്നോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയല്ലോ. ഞാൻ എന്നാ പെരുമാറിയെന്നായി പറയുന്നേ? ആൾക്കാർ കണ്ടെന്തോ വിചാരിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അയ്യോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ഇവിടെ കാണുകയല്ല. വന്നാ ഉടനെ ഇനി വിളിച്ചോണ്ട് പോരാ. എന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയല്ലേ? തിരിച്ച് എന്ന നാട്ടുകാരെന്ത് പറയും? ഓ ഇതൊരു ഒരു ഷോയല്ലേ കൊത്താവേ. മിണ്ടായിരിക്കല്ലോ മതി. ബസ് ഇപ്പൊ വരും. ഹലോ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തിനാ സ്ത്രീ കരയുന്നത്? എന്താ പെങ്ങളെ കാര്യം? പെങ്ങളോ എന്ന് പറഞ്ഞാൽ അവരെന്തിനാ കരയുന്നത് അറിയണ്ടേ? അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗതി ഒന്നും അല്ല. അത് അവര് പറയട്ടെ. പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയെ നടുറോട്ടിട്ട് കരയിപ്പിച്ചാലേ പൗരബോധമുള്ള ജനങ്ങൾ ഇടപെടും. ഇടപെടണ്ടെങ്കിൽ എടുത്തോ. ആ ചുങ്കം ആളറങ്ങാണ്ട. ആ പെട്ടെന്നാട്ട് വേഗം കയറും നിങ്ങളെ. ചേട്ടൻ വരണം, ഞാൻ കാത്തിരിക്കും. എന്തണ്ട ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ? മനസ്സിലായില്ലേ നിനക്ക്? തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ കൊള്ളിയാണല്ലോ. അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല പറയതാ. നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാച്ചിനെ കിട്ടില്ല. അതിന് മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ അറിയാനാ? എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കും തൊട്ട് തേങ്ങ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട് എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ? ആ, ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതമില്ലായിട്ടാണ്. എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാചിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ? ആ ആയിരിക്കണം. അല്ലെ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നേ? ഗർഭിണിയായോ? അളിയും പിന്നെ എന്നാ വാഴയ്ക്കാ വിചാരിച്ചത്? എടാ കള്ളോ, നീന്റെ ചെലവിൽ നാളിന് അടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. കേറുവണ്ണില്ലേ? എന്റെ ടീച്ചറെ, ഈ കായ വറുത്തൊന്നും തന്നിട്ട് ഒരു കാര്യമില്ല. നല്ല കോഴിയിറച്ചി നല്ല മീൻകറിയും കൂട്ടി ഒരു ഊണ് തന്നെ. ആ അതൊന്നും നടക്കുകയല്ല. നല്ല ചോറും സാമ്പാറും പിന്നെന്നതാ രസം. ആ രസം എല്ലാം കൂടെ ചേർത്ത് ഇലയിട്ട് ഒരു ഉഗ്രൻ ചാപ്പാട് വരും. പച്ചത്തിയല്ലേ? എന്നാലും അതൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ട. ഇറച്ചി മീനും വെക്കാൻ റോസി, ഇവന്റെ ചേച്ചി. അവൾക്ക് ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ, വിവരമില്ല. അത് വെറുതെ ചേച്ചിയെ പറ്റി പറയാത്ത ദിവസമില്ല. ഏതായാലും എനിക്കിപ്പോ സന്തോഷായി. ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നുള്ളൂ സത്യ, പക്ഷെ അതൊക്കെ എനിക്കിപ്പോ മാറി. അല്ല, ഇവരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വരലുണ്ടോ? ഓ ആര് വരാനാ? പ്രസവം അടുത്തില്ലേ? ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഓ അങ്ങ് പ്രസവിക്കും. എന്നാ സഹായത്തിന് ഒരാളെ നിർത്തണം. അതൊക്കെ ബുദ്ധിമുട്ടാളിയാ. ഒന്നാമത് കണ്ടവരൊക്കെ അടുക്കളയെ പെരുമാറുന്ന ഇഷ്ടമല്ല. പച്ചത്തിയല്ലേ? വൃത്തി ഉണ്ടാവില്ല ഒന്നിനും. ആ എന്നാ നല്ല വൃത്തിയും വെടിപ്പും ആത്മാർത്ഥതയുള്ള ഒരാളെ ഞാൻ തരാം. ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ അയക്കും ചെയ്യാലോ.
പിന്നെ പ്രസവം എടുക്കുമ്പോ നിന്റെ ചേച്ചി ഞാൻ ഇവിടെ കൊണ്ടു നിർത്താം. ഓ അതൊന്നും വേണ്ടല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ബുദ്ധിമുട്ടണ്ട. നിന്റെ ഒരു ജാതി വർത്താനം എനിക്ക് പിടിക്കാത്തത്. ചേച്ചിക്ക് എന്നോട് വെറുപ്പേ ഉണ്ടാവും. എന്ത് വെറുപ്പ്? അവളെ എനിക്ക് അറിഞ്ഞൂടെ? അപ്പന്റെ അടുത്ത് വരുമ്പോ അപ്പന്റെ ആള്, എന്റെ അടുത്ത് വരുമ്പോ എന്റെ ആള്, ഇവന്റെ അടുത്ത് വരുമ്പോ ഇവന്റെ ആള്. ഒരു കാട്ടുപോത്ത്. ഈശോയെ, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിന്റെ അടുത്ത് നിങ്ങൾ ആരോട് ചോദിച്ചുണ്ടാ പോയത്? നിന്റെ അപ്പനോട്. എനിക്ക് അവന്റെ അടുത്ത് പോണെങ്കിൽ നിന്റെ അനുവാദം വേണ? റോസി, നിന്റെ ഈ തെക്കൻ സ്വഭാവം ഇരിഞ്ഞാലക്കുടക്കാരനോട് വേണ്ടട്ടാ. അവന്റെ ഇളയതൊരു പെണ്ണ് കെട്ടുപ്രായമായിട്ട് നിൽക്കുകയാണെന്നുള്ള വിചാരം പോലും അവൻ ഉണ്ടായില്ലല്ലോ. ഇനി ഒരു തറവാട്ടുകാർ പെണ്ണി വെച്ച് ഞങ്ങളുടെ കുടുംബത്തോട്ട് കയറി വരുവോ? വരുടി, എന്നെ പോലുള്ള കിഴങ്ങന്മാര് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഏതായാലും അവന്റെ വീട്ടിൽ ഞാൻ കാലെടുത്ത് വെക്കണമെങ്കിലേ എന്റെ അപ്പച്ചൻ താമരശ്ശേരി കുരിയച്ചൻ അല്ലാതാവണം. വേണ്ട, നിന്റെ തൃക്കാലം ഇപ്പൊ അവിടെ എടുത്ത് വെക്കേണ്ട ഒരു അത്യാവശ്യമില്ല. ഏതായാലും ഞാൻ പോവും. അവളുടെ പ്രസവത്തിന്റെ സമയത്തെ ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. ഓ, പെണ്ണുങ്ങൾ പറ്റി കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്നാ കാര്യമാ? ഞാൻ എന്റെ അമ്മേനെയും കൊണ്ടുപോകും. അയ്യാ, നല്ല പറ്റിയ പാർട്ടിയാ. എന്റെ അമ്മ 10 പെറ്റതാ. ഒരു കുഞ്ഞിക്കാര് കാണാൻ ഭാഗ്യമില്ലാത്ത നിനക്കൊന്നും അവരുടെ വിഷമം മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാവോ? എനിക്ക് കുറേശ്ശെ അറിയാം. നീ കിടക്കാൻ നോക്ക്, എനിക്ക് നാളെ എറണാകുളത്ത് കൊണ്ടുവാ. അവക്കിത് എത്രാമത്തെ മാസാ? പോയി അന്വേഷിക്ക്. ഓ, വലിയൊരാള്. കഥ തുറന്നെടുക്കാണല്ലോ. വല്ല കള്ളന്മാരും ആയിരിക്കും. അകത്തുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ആരെങ്കിലും വിളിക്കാം. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. മാസ്റ്റർ ടീച്ചറാണല്ലേ? ഇനാചേട്ടൻ പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുക്കുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണമെന്ന് ഈനാശ്വരനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ച തന്നെയാ താക്കോല്. എന്റെ മാസ്റ്റർ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്ന് വേറെ ഇറങ്ങിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയുള്ള സാധാരണ താക്കോല് വെക്കുക. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാശ്വരന്റെ അളിയനല്ലേ, പ്രത്യേക അനുവാദമൊന്നും വേണ്ടല്ലോ. ഞാൻ കയറി. ഇനി ഞാൻ തന്നെയാണല്ലോ ഈ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കുടി കഴിഞ്ഞാണോ കുളി കഴിഞ്ഞാണോ കാപ്പി കുടി എന്ന് ഈനാച്ചോട്ടായിട്ട് പറഞ്ഞില്ല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ടിരായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം. പുള്ളിക്കാരനാണ് കൊള്ളാമല്ലോ. എന്തേ, പാചകം മോശമാണോ? ഏയ്, നന്നായിട്ടുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസം തുറന്നു പറയണം. എനിക്ക് ഒളിയും മറിയൊന്നുമില്ല. ഈനാചേട്ടൻ പറയും പോലെ നേരെ വാ നേരെ പോ. അതാ ഞങ്ങൾക്കും ഇഷ്ടം. എവിടെ പോയതാ ഈ സന്ധ്യക്ക്? അമ്പലത്തില്. സന്ധ്യക്ക് അമ്പലത്തിൽ പോകാനൊരു പതിവാ. ഇവിടെ പിന്നെ സ്ഥലം പരിചയമില്ലാത്തോണ്ട് ഒന്ന് കറങ്ങേണ്ടി വന്നു. ടീച്ചർ എങ്ങനെയാ, അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? കല്യാണത്തിന് മുമ്പ് എന്നും പോവായിരുന്നു. ഇപ്പൊ പിന്നെ മാസക്ക് ഇഷ്ടാവില്ലല്ലേ? അതുകൊണ്ടൊന്നല്ല, പോവാറില്ല. ഇതാ പ്രസാദം. എന്നാ പണിയാ കാണിച്ചത്? എന്തിനാ തുടച്ചത്? നന്നായിരുന്നു. ചന്ദനക്കുറി തൊട്ടാലും കുരിശുമാല ഇട്ടാലും നമ്മൾ തന്നെയാണ്. എന്റെ കർത്താവേ, അയ്യോ. നീ എന്നത്താണ് ഇപ്പൊ എഴുന്നേറ്റ്? അമ്മച്ചി എത്ര എഴുന്നേറ്റ്? എന്നെ പോലാണോ നീ? കുറെ നേരം മുട്ടുകുത്തി നിന്നാലേ എനിക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടെ? അവിടെ ഇരുന്ന് മുഴുവനും പ്രാർത്ഥിച്ച് നൊവേന എത്തിച്ചിട്ട് എഴുന്നേറ്റാ മതി.
ഞാനിപ്പോ എന്നാ ചെയ്യണമെന്ന് അയിനാശി പറയുന്നേ? ഹോ, അപ്പം പിടിച്ച മുയലിന് രണ്ട് ചെവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്താ ചെയ്യാ? മുയലിന് പിന്നെ 2 ചെവി അല്ല 4 ചെവിയാ. അത് പോട്ടെ അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടുവരാ. അത് തന്നെ. എന്റെ പട്ടി പോവും. പട്ടി പോയിട്ട് എന്താ കാര്യം? അപ്പം പോണം. ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തം കെട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ എന്നതായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നാ കിട്ടാന്? ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു? ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യത്തൻ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. എന്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചിട്ട് ഇറങ്ങി പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് നല്ല കൂത്ത്. ദണ്ണോ എനിക്കേ ഈനാശു ആദ്യമായിട്ടാണ് കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയത്തില്ല. 10,000-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. 6 പേർക്ക് 10 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശിത്രയാനെ. തേങ്ങയ്ക്ക് ഇപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്താനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടു വരുന്നത് പറ്റേ. ഇറങ്ങി വാടി മോളെ. നിങ്ങൾ ആദ്യം ചെല്ല്. നിന്റെ ഈ വെടക്ക് സ്വഭാവം എനിക്ക് പിടിക്കാത്ത. നീ ഇല്ലെങ്കിൽ ഞാനുമില്ല. ജോസേ, വണ്ടി ഞാൻ ഓടിക്കോട്ടെ. ഓ, എന്നങ്ങോട്ട് ഇറങ്ങ. ചേച്ചി, ചേച്ചി എന്നാ ഇത്? നീ എന്നാ വടിപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അല്ലെ എന്നാ അളിയാ കാര്യം? കൊറേ കുശുമ്പും മുന്നായ്മയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, കരഞ്ഞു തീർക്കട്ടെ. ചേച്ചി, ഞാൻ പറയുന്നത് വേണ്ടടാ. നിന്റെ സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുമന്നുകൊണ്ട് കിടന്ന് വളർത്തിയതാ നിന്നെ. എന്നോട് നീ ഇങ്ങനെ ചെയ്തല്ലോ. അയ്യോടി, ഞാൻ എന്നാ ഈ പറയുന്നേ? നീ എന്നാ ചെയ്തെന്നോ? ചേച്ചിക്ക് അത്ര ജീവിച്ചിട്ടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് നീ അന്വേഷിച്ചോടാ. വേണ്ട ചേച്ചിയെ പറ്റി എന്നും ഇവിടെ പറയാറുണ്ട്. എന്നോട് ദേഷ്യം തോന്നരുത്. നാത്തൂനോട് എന്നത്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നേ? നോക്കി നിൽക്കാതെ ആ കാറിന്റെ പുറകിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇഞ്ഞെടുത്തേ. വാ നാത്തൂന്. അങ്ങനെ 2 വർഗീയ ശത്രുക്കൾ ഒന്നായി. അപ്പൊ കൂട്ടാ, എങ്ങനെയൊക്കെ ഉണ്ട്? തിരക്കില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇതുവരെ. ഒരു പ്രശ്നമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ കാറിന്റെ ഡിക്കിൽ കുറച്ച് സാധനങ്ങൾ അവള് വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് അളിയോ വാനേ. ഇതെന്നാ പരിപാടിയാ? നിങ്ങളോട് ഇരിക്കുക. അപ്പൊ ഞങ്ങള് പിന്നിരുന്നോളാം. എന്റെ മോന് ഞാനൊന്ന് വിളമ്പി തന്നിട്ട് എത്ര നാളഴിഞ്ഞു കൊണ്ടാ. കേട്ടോ നാത്തൂന്? കൊച്ചിലെ പള്ളിക്കൂടത്തിൽ പോകുമ്പോ ചോറ്റുപാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതേ ഞാൻ തന്നെ വേണോന്ന് അവന് വലിയ നിർബന്ധമാ. അമ്മച്ചി ചോറ് നിറച്ച കൊച്ചു കൊള്ളം കൊണ്ടുപോകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ സരസു? ചേച്ചിയാണല്ലേ പാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതിനിടയ്ക്ക് താറാമുട്ട പുഴുങ്ങി ഒരെണ്ണം എടുത്തു വെക്കും. അമ്മച്ചി അറിയാം. ഇനിയിപ്പോ സരസ്വതി ടീച്ചർ കാണാണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ? ഈ പച്ചക്കറി മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാ ഊണ് കഴിക്കുക? അല്ലേ അപ്പൊ കൂട്ടാ? അതിപ്പോ വിശ്വാസവഞ്ചനക്ക് മുമ്പ് ഞാൻ കൂട്ടുന്നിട്ടില്ല. അത് എനിക്കറിയാലോ. നാത്തോണ്ടിരിക്കുന്നേ. അയ്യോ വേണ്ട ചേച്ചി, അങ്ങോട്ടിരിക്കുന്നു. നീ ഇവിടെ വന്നു നിന്റെ അപ്പൻ അറിഞ്ഞ റേഷൻ കാർഡിൽ നിന്ന് നിന്റെ പേരും വെട്ടും. ഓ പിന്നെ വെട്ടിയപ്പോ എനിക്കെന്നാ തേങ്ങിയാ? ഞാനിപ്പോ അപ്പന്റെ ഇലകളൊന്നും അല്ലല്ലോ കഴിയുന്നത്. അങ്ങനെ പറ. എന്റെ തോമസ് കുട്ടിയും അവന്റെ കെട്ടിയോളെയും കാണാൻ എനിക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട. അളിയനിപ്പൊ എന്നാ പറയുന്നത്? ഇപ്പൊ ആദ്യ വൃത്തിയായി. റോസി, നമ്മുടെ സിരകളിൽ ഓടുന്നത് ക്രൈസ്തവ രക്ത. എന്നാ രക്തം ഓടിയാലും എനിക്കൊരു കുന്തോ ഇല്ല. അല്ലേ നാത്തൂന്? ഇനി അപ്പനും കൂടി ഒന്ന് ഇളകി കിട്ടിയാൽ മതി. അപ്പനവിടെ കുരങ്ങും അവനെ പിടിച്ചോണ്ടിരിക്കട്ടെന്നേ. അല്ലേ തോമസ് കുട്ടി? പിന്നല്ലാണ്ട്. ടീച്ചറുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെന്ന് മുട്ടുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ചോറ് വാരി ഉണ്ടെന്നേ. നമുക്ക് പോവണ്ടായോ? സൗകര്യമായിട്ട് വർത്താനം പറയാൻ ഇനി എപ്പോഴും വരാല്ലോ. ഇല്ലേ തോമസ് കുട്ടി? പപ്പടം വേണോ? മതി.
ഈ നാരായണയുടെ വീടേതാ? ഈ നാരായണയ്യരോ ഈ കെ നാരായണയ്യരോ? അയ്യോ ഈ എന്ന് പറഞ്ഞത് ഇനീഷ്യലല്ല, നമ്മൾ സാധാരണ ഈ എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞതാ. തെളിച്ചു പറയൂ. ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ ഇവിടെ നിന്ന് ഒരു സരസ്വതി ടീച്ചറെ കല്യാണം കഴിച്ചില്ല? അതെ. ആ നാരായണയുടെ വീടാ ചോദിച്ചു. ഓ അതാ. ഓ മാനസ സഞ്ചരേ ബ്രഹ്മണി മാനസ സഞ്ചരേ ബ്രഹ്മണി മാനസ സഞ്ചരേ ബ്രഹ്മണി ആരുമില്ലേ ഇവിടെ? മാനസ സഞ്ചര. யாரு உள்ள வாங்கோ 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 உட்காருங்கோ இരിക്കൂ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? സ്ഥലം എങ്കിൽ സമയപ്പോ ബഡ്ജറ്റിൽ തന്നെ റേറ്റ് വെച്ചിരിക്ക്. കുടുങ്ങി എന്റെ ഈശോയെ. സ്വാമി ഈ നാരായണയ്യര് എൻ ബ്രദറിലോ ആനാ അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. இந்த ഫാമിലിയില് ആകെയുള്ള ഒരേ ഒരു മുഷ്ടൻ ഞാൻ താൻ ശ്രീനിവാസ് അയ്യർ, ഷീമാച്ചു എന്ന് വിളിക്കും. യാര്? എൻ കച്ചേരി ബുക്ക് പെൺ വന്നതാക്കും. ഇവിടുത്തെ നാരായണയ്യർ. ഓ വണക്കം. വണക്കം. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ എന്നെ അല്ലയാ? എന്നാ വിഷയം? ഞാനിപ്പോ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരിക. എന്റെ പേര് ഇനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമാസ് കുട്ടി എന്റെ അളിയനാ. யாரு யாரு யாரு? സരസ്വതിയുടെ சரஸ்வதிரே ഭർത്താവിന്റെ അളിയൻ, അതായത് ബ്രദറില്ലോ. போங்க வெளியில, போங்க வெளியில. മീനാക്ഷി അവര് പേശിട്ടും. சும்மா இருந்தா இங்க நிக்காதீங்க, வெளியில போங்க, போங்க வெளியில. നിർത്ത്. തിന്നാൻ വരല്ലേ? ഏതായാലും വന്നു. ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ. അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല. இவங்கிட்ட என்னன்னா பேச்சு? இந்த ஆளை வெளியில போ சொல்லு. ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ? ഏയ് സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. കലബല 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 കലബല. ஏய் சீமாச்சு, நம்ம குடும்பத்துக்கு அவமானம் பண்ணவங்க கிட்ட உனக்கு என்ன பேச்சு? പെങ്ങളെ ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസുട്ടിയും കല്യാണം കഴിച്ചുകൊണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊന്നും വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ചന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളലൂടെ ഓ ഉണ്ടായിരുന്നു? ബലേ ബേഷ്. ஏய் சும்மா இருடா. ഇവർക്ക് ഭർത്താവില്ലേ? ഇല്ല, ഉപേക്ഷിച്ചു പോയി. അയ്യോ കഷ്ടായി പോയി. അല്ല ഉണ്ടെങ്കിൽ അയാളുടെ ചവിട്ടത്ത് രണ്ട് പൂശുകൂശായിരുന്നേ. ദേ അമ്മ്യാര് പെണ്ണിനൊരു നസ്രാണി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കാതിരുന്നിട്ടില്ല. അവളിപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടെ വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്. പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ. ഒന്നവിടെ നിൽക്കൂ. സരസ്വതിയുടെ വിലാസം നിനക്ക് തരാമോ? എന്തിനാ അമ്മയാർക്ക് അവിടെ തുള്ളനാ? എനക്കാക്കും. അവൾ എന്റെ ശിഷ്യയാണ്. ഞാൻ പാടുന്ന കേട്ടാണ് അവൾക്ക് സംഗീതവാസം ഉണ്ടായത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അയത്തൊന്നുമില്ല? എന്താ അയിത്തം? അഷ്ടി തന്നെ കഷ്ടി. അപ്പോ അയിത്തം നോക്കി നിൽക്കാൻ പറ്റുമോ? കണ്ട പട്ടത്തകളുടെ ആട്ടുനിപ്പും കേൾക്കാൻ നിന്ന് കൊടുത്തല്ലേ മനുഷ്യൻ നിങ്ങള്. പിന്നെ ഞാൻ എന്താ ഓടണോ? അവിടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാറുന്നില്ലേ നിങ്ങക്ക്? നല്ല ഭാര്യ. എന്നിട്ട് വേണം പട്ടന്മാരെല്ലാരും കൂടി എന്നെ പുറത്തു കയറി പൊതിയോം കൂടാൻ. ഓ പിന്നെ അപ്പൊ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളുടെ കൈ എന്നാ മാങ്ങ പറിക്കാൻ പോകൂ? നീ ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കുന്ന തോന്നണേ. തോന്നിയാസം പറഞ്ഞ അതിനപ്പുറത്തെ ലേല ഉണ്ടാക്കും. നിങ്ങളെപ്പോലെ പേടിച്ചു നൂറുകളൊന്നുമല്ല താമരശ്ശേരി കുടുംബക്കാര്. ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങളെല്ലാം കൂടെ കൂടിയാൽ തന്നെ ഒരു പടയുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാര്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊന്ന് മൂളിയാ മതി, അവരെല്ലാം കൂടെ ഇവിടെ പറന്നെത്തും. നീ ഇപ്പൊ അങ്ങനെ മൂളണ്ട. പോയി ഭക്ഷണം എടുത്തു വെക്കാൻ നോക്ക്. പോയടത്തൊന്നും കിട്ടിയില്ലേ വയറു നിറച്ച്? ചെല്ലടി പോത്തേ. ഇതെന്നാ ഒരുക്കണം തരത്തിൽ. ഇന്നാണത്തെ പോലെ ആശുപത്രി പോയി വഴക്കട എന്നെ കൊണ്ട് പറ്റുകയല്ല. ഞാൻ പറഞ്ഞ വഴക്കുണ്ടാക്കാൻ. ഏതാനാടാ വണക്കം. വണക്കം. ഇവിടെ പാട്ടും കൂത്തൊന്നും വേണ്ട. ഞങ്ങൾ അത്യാവശ്യമായിട്ട് സ്ഥലത്തേക്ക് പോകാൻ പോവാ. മാപ്പിള താനേ? മാപ്പിളയല്ലേ? മാപ്പിളയോ നായരോ മുസ്ലിമോ ആരും ആവട്ടെ. അയ്യോ കള്ളേ സരസ്വതി. നല്ല ഓ ഉന്നെ പാത്തി എവള് നാളാച്ചമ്മ സൗഖ്യമാ? നിനക്കും സൗഖ്യം താൻ. അഡ്രസ് ഇപ്പത്താമാ കിടച്ചത്. ഇതെന്റെ മാമനാണ്. മാമ മറ്റുമല്ലേ, ഇവൾക്ക് സംഗീതം പഠിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടായത് തന്നെ എന്റെ പാട്ട് കേട്ടതാണ്. അല്ലേ കണ്ണ് മനസ്സിലായില്ല? സാരമില്ല, മാപ്പിളനെ ആദ്യമായിട്ട് കാണാണല്ലോ. മാമ ഇപ്പൊ വിടവേ മാട്ടെ. നീ ചൊന്നാ കൂടെ ഞാൻ പോകമാട്ടെ. മാമ അവർക്ക് ചൂടൊരു കോഫി സരസ്വതി ഡോക്ടറെ കാണാൻ വൈകും. എങ്ങനെയുണ്ട് ഡോക്ടർ? നോർമല്. പ്രസവം ചിലപ്പോ കുറച്ച് നേരത്തെ ആവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. വീട്ടിൽ വേറെ ആരുമില്ലല്ലേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ നിന്റെ ചേച്ചി അളിയനും വരും. പിന്നെ സരസ്വതി അമ്മാമന്നുണ്ട്. അതെ.
വീട്ടിലെ ആളുണ്ട്, ടീച്ചർ ലീവ് എടുത്തോട്ടെ. എന്താ ടീച്ചറെ? ശരി. ഓഹോ, ടീച്ചർ ഇന്ന് മുതൽ ലീവ് എടുക്കുകയാണല്ലേ? അതെ. ശരി, മാസ്റ്റർ ക്ലാസ്സിൽ പോയിക്കോളൂ. അല്ല, അതിന്റെ താഴെ എന്റെ ഒരു ലീവ് ഫോം കൂടെ ഉണ്ട്. 2 മാസത്തേക്കോ? അതെ. SSLC പരീക്ഷ വന്ന് തലേ കയറിയിരിക്കുമ്പോ മാഷ് 2 മാസം ലീവ് എടുത്താൽ എങ്ങനെയാ? SSLC പരീക്ഷ എന്ന് കരുതി എന്റെ ഭാര്യയുടെ പ്രസവം മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ പ്രസവിക്കുന്നതിന് മാഷ് എന്തിനാ ലീവ് എടുക്കുന്നേ? ടീച്ചർ, ഈ മെറ്റേണിറ്റി ലീവ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനോട് കൊടുക്കണ്ടതാ. അതൊക്കെ മാഷ് ഗവൺമെന്റിനോട് പറഞ്ഞാൽ മതി. ഈ ലീവ് ഞാൻ തരില്ല. തരണ്ട, ഞാൻ എടുക്കും. മാഷ് പാവപ്പെട്ട കുട്ടികളോട് ചെയ്യുന്ന ചതിയാ അത്. ഒരു അധ്യാപകന്റെ കടമ മാഷ് മറക്കരുത്. പരീക്ഷയ്ക്ക് മുമ്പ് പോർഷൻസ് ഞാൻ പിന്നെ ആരുടെ കൊടുക്കും? അതൊന്നും എനിക്കറിയാൻ മേല. എന്നെ സംബന്ധിച്ച് തൽക്കാലം എന്റെ ഭാര്യയുടെ പ്രസവമാണ് എനിക്ക് മുഖ്യം. ബുദ്ധിമുട്ടാണ്, ഞാൻ മെഡിക്കൽ ലീവ് എടുത്തോളാം. ആളുകൾ കേട്ടാ കളിയാക്കൂട്ടോ. ഇത്രയും ടെൻഷൻ പാടുണ്ടോ മനുഷ്യർക്ക്? ആർക്ക് എന്നെ വേണേ പറയാം, അനുഭവിക്കേണ്ടത് ഞാനാ. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലായോ? ചിലപ്പോ കുറച്ച് നേരത്തെ ആവുന്നല്ലേ പറഞ്ഞുള്ളൂ. ആ സമയത്ത് ഞാൻ അടുത്ത് വേണ്ടായോ? ചുരുങ്ങിയത് പ്രസവം കഴിയുന്നവരെങ്കിലും ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ വേണം വയറും വീർപ്പിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ മനസ്സമാനത്തോടെ മലയാളം പഠിപ്പിക്കും? അതാ തള്ളയ്ക്ക് പറഞ്ഞാലോട്ട് മനസ്സിലാകത്തുമില്ല. ഒന്ന് പേടിക്കാണ്ടിരിക്കുക ആദ്യം. ഇവിടെ ഇപ്പൊ ആളുണ്ടല്ലോ, അപ്പുക്കുട്ടനുണ്ട്, മാമനുണ്ട്. പക്ഷെ അവരാരല്ലോ പ്രസവിക്കുന്നത്. നമുക്ക് നല്ല കുറച്ച് പേരുകൾ കണ്ടുവെക്കണം, മോനായാലും മോളായാലും. അതെല്ലാം കണ്ടു കഴിഞ്ഞു. ആണാണെങ്കിൽ പുരുഷൻ, പെണ്ണാണെങ്കിൽ വനിത. എന്നാ നോക്കുന്നേ? വേറെ ഏത് പേരിട്ടാലും ജാതി മതമെല്ലാം കയറി വരും. ഇപ്പോ തോമസ് കുര്യൻ ക്രിസ്ത്യാനിയാന്ന് ഉറപ്പാന്നേ. സരസ്വതി ജനം ഏതാണെന്ന് ഹിന്ദു ആന്നേ. സ്വപ്നാന്നാര് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിന് ഭാര്യ വേണ്ട. കുറച്ചൊന്നും അല്ലല്ലോ ആലോചിച്ച് കൂട്ടുന്നത്. പിന്നെ ആലോചിക്കാതെ? തന്നെപ്പറ്റി ആലോചിക്കാൻ ഞാനും എന്നെപ്പറ്റി ആലോചിക്കാൻ താനും മാത്രമല്ലേ ഉള്ളൂ. ഞാനും ചോദിക്കട്ടെ, ഈ മാമൻ എങ്ങനെയാ? അല്ല, മട്ടും ഭാവം എല്ലാം കണ്ടിട്ട് സ്വല്പം വട്ടുള്ള തോന്നുന്നു. പാവാ. മാമന് പ്രത്യേകിച്ച് വീടൊന്നുമില്ല. അത് മനസ്സിലായി. കുറെ നാള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും, പിന്നെ കുറെ നാള് വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കും. അപ്പൊ ഇനി കുറച്ചാളത്തെ ഇവിടെ തന്നെ കാണുമല്ലേ? എന്നെ വലിയ കാര്യം. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ സംഗീതം സാരമില്ല അല്ലേ? അപ്പൂട്ടാ, കല്ലിലെ പോലും വലിയിക്കുന്നതാണ് സംഗീതം. എന്നാ ഞാനൊരു കല്ലെടുത്തോണ്ട് വെച്ചേരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സാധു. ഉറക്കത്തിന് താരാട്ടാണ്. ഓമനത്തിങ്കൾക്ക് ദാവോ ബോ നല്ല കോമളത്തായമര. വരണം വരണം, മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ? പിന്നെ പാട്ട് ആർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയവും കാലമൊക്കെ വേണ്ടായോ? സംഗീതത്തിന് സമയം കാലമൊന്നുമില്ലേ മനുഷ്യർക്കൊണ്ടേ. എല്ലാരും സുഖമായി ചുരുണ്ടുകിടന്ന് ഉറങ്ങുന്ന ഈ സമയത്ത് നമുക്ക് അല്പം ഒന്ന് ഉറങ്ങണ്ടായോ? പാട്ടങ്ങനെ മുട്ടിങ്ങനെ താങ്ങിക്കോ. കത്ത് ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ബുദ്ധിമില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി മാത്രം. ഏതാ? രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ രാത്രിമഴ മന്നം ഈ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടെ ഏറെ തണുത്ത കൈ വിരൽ നീട്ടി എന്നെ തൊടുന്നൊരു ശ്യാമയാം ഇരുമ്പിന്റെ ചിന്മയാം. അപ്പൊ ഇതാണ് കവിയുടെ ഭാവന എന്ന് പറയുന്നത് അല്ലേ? നാം എല്ലാം നോക്കുമ്പോ എന്താ, രാത്രി മഴ പെയ്യുന്നേ ഉള്ളൂ. പക്ഷെ നാം അല്ലാതെ ഒരു കവി ആ മഴ കാണുമ്പോ എന്തെല്ലാം മാറ്റാനുണ്ടാകുക? ആ മഴ കേഴുന്നു, വിതുമ്പുന്നു, പിറുപിറുക്കുന്നു അല്ലേ? അപ്പൊ ഈ ഭാവന എന്ന് പറയുന്നത് ഏതെല്ലാം മേഖലകളിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? ടീച്ചർക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. ഞാൻ മാമനെയും കൂട്ടി കാറ് വിളിച്ച് ആസ്പത്രിയിലാക്കിയിട്ടാ പോകുന്നത്. എന്തായി? നീലാംബരി പ്രസവിച്ചു പെൺകുട്ടി.
കഴിഞ്ഞില്ലേ? ആ 2 വീട്ടിലേക്ക് എഴുതിയിട്ടുണ്ട്. സരസ്വതി പ്രസവിച്ചു, പെൺകുഞ്ഞാണ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. മകൻ നക്ഷത്രം. ഉണ്ടെന്ന് മകൻ നക്ഷത്രം, മകൻ പറന്ന മങ്കയെന്നാണല്ലോ വെപ്പ്. ഒരു വെപ്പ് ഏതാ? എന്തൊക്കെ എഴുതിയാലും വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, അറിയിച്ചില്ലെന്നില്ലല്ലോ. ഇനി പഴയതുപോലൊന്നും പറ്റില്ല കേട്ടോ. ആ, കാശൊക്കെ സൂക്ഷിച്ച് ചെലവാക്കണം. ആഹാ. പിന്നെ നമ്മുടെ ജീവിതത്തിന് തന്നെ ശരിയായൊരു പ്ലാനിങ് വേണം. ഓഹോ, എന്നോടായി അമ്മച്ചിയായത്? ഒന്നേ പേരിട്ടുള്ളൂ, ഇനി എത്ര? എന്റെ പട്ടി പോവും. എപ്പോഴും ഈ പട്ടി പോകുമെന്ന് പറഞ്ഞോണ്ടിരുന്നാ അവസാനം പട്ടി മാത്രമേ കാണത്തുള്ളൂ. എന്റെ മോനെ ഒന്ന് പോയി കാണാനോ നിങ്ങൾ അനുവദിക്കത്തില്ല. അവന്റെ കുഞ്ഞിനെയെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ എന്റെ കർത്താവ്. എന്നാ ചെല്ലടി, എന്നിട്ട് അവിടെ തന്നെ അങ്ങ് കൂടിക്കോ, തിരിച്ചിങ്ങോട്ട് വന്നു പോകരുത്. താമരശ്ശേരി കുരിയച്ചനെ അത്ര വിലയില്ലാതായിട്ടില്ല. എന്നാ അപ്പച്ചൻ വരണ്ട, ഞാനും അമ്മച്ചും കൂടെ പോയി വരാം. ഒരു വീക്ക് വെച്ചെന്നുണ്ടല്ലോ, അവനൊരു പട്ടത്തി പെണ്ണിനെ കെട്ടിയത് കൊണ്ടാ നിനക്ക് വരുന്ന പല ആലോചനകളും മുടങ്ങി പോകുന്നത്. അതിന് അവനെ മാത്രം കുറ്റം പറയണ്ട. സ്ത്രീധനം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഈ കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടാ വരുന്ന ആലോചനക്കാർ മുഴുവനും തെറ്റിപ്പോകുന്നത്. സ്ത്രീധനം കൂടുതൽ ചോദിക്കുന്നത് എന്നാ കൊണ്ടാ? നമുക്കിങ്ങനെ ഒരു കുറവുണ്ടെന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ടാ. എന്നതാണെങ്കിലും ശരി, എനിക്ക് എന്റെ കുഞ്ഞിനെ പോയി കണ്ടേ പറ്റൂ. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് അത് നടക്കുകയില്ല. അയ്യോ സൂസിയേ, അമ്മച്ചി. അയ്യോ എന്റെ കർത്താവേ. എന്നതാ അമ്മച്ചി? അമ്മച്ചിയുടെ നെഞ്ചിനകത്ത് വേദന എടുക്കുന്നടി. അമ്മച്ചിക്ക് അറിയാമല്ലേ വിഷമിച്ച വേദന എടുക്കുന്നു? അത് നിന്റെ അപ്പച്ചന് ഓർക്കത്തില്ലല്ലോ. എന്റെ ഈശോയെ, എനിക്കൊന്ന് കിടക്കണം മോളെ. ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാൽ നിങ്ങൾക്ക് അത്രയും സന്തോഷമല്ലേ അല്ലേ? മുമ്പെങ്ങാണ്ട് ഒരു ഗ്യാസ് ട്രബിൾ കാരണം നെഞ്ചുവേദന വന്നെന്നും വെച്ച് നീ ഒരു ഹൃദ്രോഗിയാകാനൊന്നും നോക്കണ്ട. അതൊക്കെ അറിയാത്തവരുടെ അടുത്ത് പോയി കാണിച്ചാൽ മതി. എടി, നമ്മൾ അവിടെ ചെല്ലണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവനിവിടെ നേരിട്ട് വന്ന് പറയത്തില്ലായിരുന്നോ? അതെങ്ങനെ? അവന്റെ മുമ്പിൽ വാവില് കുട്ടി അടച്ചിരിക്കുകയല്ലേ നിങ്ങള്? വേണ്ട, അവന് വ്യക്തമായിട്ട് കുറച്ച് വിനയത്തിൽ എഴുതിക്കൂടായിരുന്നോ? അപ്പച്ചനും അമ്മച്ചിയും എന്നോട് പുറത്ത് എന്റെ കുഞ്ഞിനെ വന്നു കണ്ട് അനുഗ്രഹിക്കണമെന്ന്. നിങ്ങളുടെ അല്ലേ മോന്, അവനില്ലേ വാശി. അവൻ ഈ കത്ത് എഴുതേണ്ട അർത്ഥം തന്നെയതാ. സൂസിയെ, നീ അമ്മച്ചിയുടെ മുട്ടും ചട്ടയൊക്കെ തേച്ച് വെച്ചേ. ഇനി അപ്പച്ചൻ സമ്മതിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണെന്ന് വെച്ചു. ഞാൻ തോമസൂട്ടിയുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ടേ വരത്തുള്ളൂ. அண்ணா அவ என்ன வேணாலும் எழுதிட்டும். அவளுக்கு தான் மானம் மரியாதை சூடு சொர்ணம் எதுவுமே கிடையாது. அதனால நமக்கும் கிடையாது. என்ன நம்ம உடம்புல உயிர் இருக்கிற வரைக்கும் அவ இருக்கிற பக்கம் கூட திரும்பி பார்க்க கூடாது. என் புள்ள சுப்புனி அவனும் இதையதான் சொல்றான். மீனாட்சி, நான் நேத்துக்கு ஒரு சொப்பனம் பார்த்தேன். சொப்பனமா? என்ன சொப்பனம்? நம்ம சரசு அம்மா இல்ல, நேத்து ராத்திரி என் சொப்பனத்திலே வந்து என் பொண்ணை உங்களுக்கு யாருக்கும் வேண்டான்னா நானே கூட்டிட்டு போறேன் அப்படின்னு சொன்னா. அதுல இருந்த என்னமோ தெரியல, மனசுக்கு ரொம்ப சங்கடமா இருக்கு. அவளை ஒரு நட போய் பார்த்துட்டு வரலாமா? ராம ராம ராமா, அவாத்துக்கு நாம போறதா? മോളെ, ഇച്ചായ, ഈശോ സൂസി, നീ ഒറ്റയ്ക്ക് വന്നേ? അപ്പച്ചനും അമ്മച്ചും ഒക്കെ ഉണ്ട്. മോനെ തോമസൂട്ടി, അമ്മച്ചി കരയായിരിക്കുന്നു. അമ്മച്ചി ഇന്നതായി കാണിക്കുന്നേ. കരയാനാണോ ഇങ്ങോട്ട് വന്ന്? എടാ, നീ അപ്പുറത്തോട്ടില്ല, അപ്പച്ചനോടെ നിൽക്കല്ലേ? കരയില്ലേ? ദാ മോളെ കാണണ്ടേ? നാത്തൂനെ, അമ്മച്ചി. അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തതും വലിയ തെറ്റാ. പക്ഷെ എല്ലാം കഴിഞ്ഞില്ലേ അപ്പച്ചൻ? അങ്ങോട്ട് വന്ന് അപ്പച്ചനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും എഴുതിയ. സരസ് ഒരു പാവോ, അവൾ എപ്പോഴും പറയും അപ്പച്ചനെ പോയി കാണണം, മാപ്പി ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്. നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടം വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം. ഏതായാലും വന്നില്ലേ അപ്പച്ച? അകത്തേക്ക് വന്നു. എന്റെ മോളെ കൊണ്ട് കാണണ്ടായോ? വന്നാ പേടിക്കാനൊന്നുമില്ല, മോളങ്ങോട്ട് ചെല്ലേ.
ചേച്ചി കൂടെ വാ. ഈശോയെ, ഞാനില്ല നാത്തൂനെ. അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ നാത്തും പോ. ചേച്ചി അങ്ങോട്ട് ചെല്ലുന്നേ. അപ്പച്ചി കൂടെ പോ. പാടി. മോളെ, വല്യപ്പച്ചൻ. നീ മോളെ അപ്പച്ചന്റെ മടിയിലോട്ട് വെച്ചു കൊടുക്കടി. അപ്പുകുട്ട, ചോറും കറിയൊക്കെ ആയോ? എന്തേ? ഈശോ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാ വന്നേക്കുന്നത്. അതെ. അരി കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. ആ, അപ്പച്ചന് കുറച്ച് എരിവ് കൂടുതൽ വേണം. പച്ചക്കറി തീരെ പിടിക്കുകയല്ല. എന്നാലും ഉള്ള ഇത്തിരി നന്നാക്കി വെച്ചേക്കണേ. ആ, ദേ ഈ ഉരുളക്കിഴങ്ങി നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ. വറുത്തരച്ച്. ആ, അത് തന്നെ. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ ഇറച്ചിയുടെ ഒരു മണം കിടന്നോട്ടെ. ഇല്ലെങ്കിൽ ഒന്നും കഴിക്കല്ലേ എന്റെ അപ്പുകുട്ടാ. വേമേണേ. இதே சரிதானா? போஸ்ட் ஆபீஸ்க்கு பக்கத்துலன்னு போட்டிருந்தாங்கல்ல. ஓஹோ. தோ நம்பர் 19ன்னு போட்டுக்கே. இதேதானா? 18 இல்ல? 18 இல்ல, 19 தான். அதோ பாருங்க, வாங்க. സരസ്വതിയുടെ വീടല്ലേ ഇത്? ഇത് എന്റെ മകൻ തോമസ് ഊട്ടിയുടെ വീടാ. അണ്ണാ, അതാ പേര്. ഞങ്ങൾ പാൽക്കാട്ടിൽ നിന്ന് വരികയാണ്. ഞാൻ സരസ്വതിയുടെ ഫാദർ. ഞാൻ മാമി മീനാക്ഷി അമ്മ. ഇത് എങ്ക അണ്ണ തങ്കച്ചി. அண்ணா, நம்ம சீமாச்சு. ஆமா. டேய், நீ எப்படிடா இங்க வந்த? மദ്രാஸுக்கு போற இல்ல சொன்னாய். ஆமா, போற வழிக்கு இங்க இறங்கிட்டேன். சச்சுல பாக்கலாமே. ஏண்டா, இது மദ്രാஸுக்கு போற வழியா? இந்த வழிக்கும் போலாமே. சச்சு, கண்ணு தாரி வந்திருக்கு பாருமா. அண்ணா, வாங்க. சச்சு. അപ്പൂട്ടാ, അരിശി കുറച്ച് അധികം ഇടണം. ഒറ്റത്തേ ഉള്ളൂ. ആര് പറഞ്ഞു? ഈനാശോന്റെ ഭാര്യ. ആ ഫാമിലി വേറെ, ഈ ഫാമിലി വേറെ. അണ്ണൻ ഫാമിലി വന്നിരിക്ക്. വന്നോ? ആ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം ഓർത്തോളൂ, இந்த சாப்பாடு விஷயத்துல எங்க ஃபேமிலி ரொம்ப ஸ்ட்ரிக்ட். பூட்டா, രസത്തിൽ കുരുമുളക് ജാസ്തി പോടണം. അപ്പളം വറവില് കിറുവില് കൊണ്ടാട്ടെ. ഇപ്പൊ ഒരു പാർട്ടിൽ കുറെ സാധനം ഓർഡർ വന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാണ് അയ്യരുടെ വരവ്. കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി വല്ലവരും വന്ന് ഓർഡർ തന്നെ ഒന്നിച്ചാവാലോ. ഒന്ന് പോയി റെസ്റ്റ് എടുത്താട്ടെ അയ്യര്. ഗണപതിം ഭജേ. அடி கண்ணே, எங்களெல்லாம் மறந்துட்டியாடி. மாமி உன்னை பார்க்காம தூங்குறதே கிடையாது. உங்க அப்பா கிட்ட கேட்டு பாரு. இல்லையாண்ணா? சச்சு, உங்ககிட்ட இருந்து லெட்டர் வந்த அன்னைக்கு நான் உங்க அம்மாவை கனவுல பார்த்தேன். நீயா? ஆமாண்ணா, நீங்க அன்னைக்கு பார்த்த அதே கனவை நானும் பார்க்கலையா? அப்பவே நான் உங்ககிட்ட சொல்லலையா? இப்பவே போய் சச்சுவ பார்க்கணும், சச்சுவ பார்க்கணும்னு. ഇതന്നെ വന്നാലോ നിക്കുന്നേ? അങ്ങോട്ട് തിരിയുന്നേ. അതായത് കുടിക്കാൻ എന്തെങ്കിലും അവർക്ക്? அச்சோ, மறந்தே போச்சுடி. குழந்தை எங்கடி? മോളൂട്ടി എന്തേ താമസേ? ராஜாத்தி മോളെ, വല്യമ്മച്ചി. என் கண்ணு குட்டிங்க. அம்மடி அம்மா பாருங்க அண்ணா. மூக்கு முழியுமா? என்ன அழகா, என்ன மாதிரி என்ன பாக்குற? இங்க பாரு, குழந்தைய பாரு. ஐயோ, என்ன அழகா இருக்கா. என்ன அம்மா. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയായി. രണ്ടു വീട്ടുകാരും വന്ന അവസാനം ഞാൻ പുറത്തായി. അപ്പൂട്ടാ, പരിഭ്രമിക്കണ്ട, ഞാനുണ്ട് കൂട്ടിനെ. അതെയോ? എന്നാ പൂർത്തിയായി. ഗുരുവായൂരപ്പാ, ഇങ്ങനെ പരീക്ഷിക്കരുതേ. അത് കുട്ടി കരിയണ്. രണ്ടാളും കൂടി കരിയണോ? ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചിയായി, ബന്ധുക്കളെല്ലാം. ഞാൻ പറഞ്ഞില്ലായോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്? പക്ഷെ ആരും അങ്ങോട്ട് തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല. അത് പിന്നെ അങ്ങനല്ലയോ. 1.5 കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാഗ്യമൊക്കെ പെട്ടെന്നങ്ങ് മാറുമെന്ന സമയം എടുക്കത്തില്ലയോ?
സത്യത്തിൽ എന്നാ പോക്കൃത്തരവാടി നമ്മൾ കാണിച്ച്. ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നൊരു പട്ടത്തിക്കുട്ടിയെ ഒരു നസ്രാണി ചെറുക്കാൻ തട്ടിക്കൊണ്ടുപോവാന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടുപോയൊന്നല്ലോ, ഇറങ്ങി വന്നല്ലേ. അതെ, പക്ഷെ പുറമേ നിന്ന് വെച്ചിട്ട് ചോദിക്കുക, കുടുംബത്തിൽ വന്നത് സഹിക്കാൻ പറ്റൂ? അത് ശരിയാ. എന്നാ വാഴകയാണേലും ഇത്രത്തോളം ആയല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുകയാണ് സരസു. അല്ല, കൂടുകയാണ് മാസ്റ്റേ. ആ, എന്നാ പറ്റി? അരി തീർന്നു. ഒരാഴ്ചത്തേക്ക് കണക്കാക്കിക്കൊണ്ടുവന്ന മുളക് സാധനങ്ങളെല്ലാം ഒരു നേരം കൊണ്ട് കാലിയായി. അംഗസംഖ്യ കുറഞ്ഞൊരു കുടുംബമാണെന്ന് പറഞ്ഞിട്ടാണ് ഈനാശുപത്രി എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ ഇപ്പൊ ഓരോ നേരവും സദ്യ ഒരുക്കേണ്ട ഗതികേടാണ് താഴെ. പതുക്കെ പറ. 2-3 ദിവസത്തെ കാര്യമല്ലോ കുട്ടാ, അത് കഴിഞ്ഞവർക്ക് പോകത്തില്ലായോ? മട്ടും പാവം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട, അന്യരൊന്നും അല്ലല്ലോ, ഞങ്ങളുടെ വീട്ടുകാരല്ലേ. അതെ, പക്ഷെ 100 ആളും 100 പണി ഒരേ സമയത്ത് പറഞ്ഞ എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടാൻ എനിക്ക് ദിവശക്തി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? അരിയും സാധനം എടുക്ക, സഞ്ചോ ചാക്കോ എന്താ വെച്ചാലും ഓ വാങ്ങിട്ട് ബാക്കി അരി. അപ്പൊ തന്നെ എവിടെ നിൽക്കുന്നത്? നിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ ഞങ്ങളൊക്കെ വെറും 7-ാം കൂലികളാണല്ലോ. അങ്ങനൊന്നും ഇല്ല പച്ച. അല്ല, എനിക്കറിയാം, നിന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരാണല്ലോ ഞാൻ. ഏതായാലും നിന്റെ വാശി ജയിച്ചു. നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ. അപ്പച്ചൻ എന്നാ ഉദ്ദേശിച്ചായി പറയുന്നത്? ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗിയായി പോയില്ലേ. അമ്മച്ചിക്ക് ഹൃദ്രോഗോ? അടിയാ. എത്ര ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്. ഗ്യാസ് തന്നെ, പക്ഷെ അതിന്ന് ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കേണ്ടത് നമ്മളൊക്കെ അല്ലേ. ഏതായാലും ഞാൻ തിരിച്ചു പോവുക. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിടാന്ന് വിചാരിച്ചു, അത്ര തന്നെ. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം അപ്പച്ച. വേണ്ട വേണ്ട വേണ്ട, നീയും നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ 4 മുഴ നാക്കുമായിട്ടൊരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും. നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം. ഓ അപ്പച്ച, അപ്പച്ച ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവളൊരു സാധുവാ. നിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറണം അറിഞ്ഞൂടാ. ഏതാ പേടിയുണ്ടാ? പേടിയും ധിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള പൂലി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരെ. പിന്നെ നിനക്കപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനതിപ്പോ തുറന്നിട്ടിരിക്കുക. എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം. വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം. ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല. എന്റെ ഈശോ, ഇത് എന്നാകോലമാണെന്നേ, അങ്ങ് ഉണങ്ങിപ്പോയല്ലോ. ഉണങ്ങ്? ആ വേലക്കാരി പെണ്ണൊന്നും വെച്ച് തരുന്നില്ലേ? നിക്ക് 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 നിക്ക്, നീ ഇന്നെന്താ എത്ര സ്നേഹനോട് കാണിക്കണേ? എനിക്ക് സ്നേഹം ഉണ്ടായിട്ട് അല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഓ പിന്നെ അവര് കാണാനാവൂല്ലേ? അമ്മ്യാരെ, എന്നെ പുരിഞ്ചാച്ചോ ആവോ, ഞാൻ ഈനാശു. അന്ന് വീട്ടിൽ വന്നാച്ചു. ഇച്ചായോ, ഇച്ചാന് തമിഴൊക്കെ അറിയാവോ? തമിഴല്ല, എന്ത് വേണമെങ്കിലും പറയാം. അല്ല, ഇത് ആരീനാച്ചുവോ? ആ അതെ. അല്ല, നീ വന്നിട്ടുണ്ടോ? കഥാപാത്രങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. കരച്ചില് കേട്ടില്ലേ? ആ കുരിശി പോയില്ലല്ലേ? ആളിയൻ എന്നാ വിചാരിച്ചേ? അപ്പച്ചൻ വന്നിരുന്നു, സരസുവിന്റെ അച്ഛൻ വന്നിരുന്നു, അവരെല്ലാം എന്നങ്ങോട്ട് പോയുള്ളൂ. ആ, അപ്പൊ നമ്മള് പുറത്തായിന്ന് പറ. ആളിയൻ അവിടെ പുറത്താവാനാ? ഇങ്ങോട്ട് പോവാ. എടാ, നിന്റെ കുടുംബത്ത് ആദ്യം കേറിയ ബന്ധു ഞാനാട്ടോ. ആ ഒരു ബഹുമാനം മരിക്കുന്നത് വരെ നീ എനിക്ക് തരണം. ഒന്നോർത്താല് അളിയൻ പറഞ്ഞത് നേരാ. ഒരു കുഞ്ഞ് ജനിക്കുന്നവരേ ഉള്ളൂ ഈ വാശിയും വൈരാഗ്യം ഒക്കെ. അല്ലെങ്കിൽ പിന്നെ റേഷൻ കാർഡിൽ നിന്ന് ഒരു പേര് വെട്ടി അപ്പത്തിനൂടെ കാല് കുത്തുവോ? അത് പിന്നെ എന്റെ ഒറ്റ വ്യക്തിയുടെ നിർബന്ധം കൊണ്ടാ. പക്ഷെ കൊച്ചുമോളെ കണ്ടപ്പോ അത് ഞാൻ അങ്ങ് വീണുപോയി. ആ, എന്നിട്ട് മോളെവിടെ? ഉറങ്ങ്. കുളിക്കാൻ വെള്ളം ചൂടാക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഈ നേരത്തോടെ എന്നാ കാര്യമാണ്? എത്ര നേരമായാലും എനിക്ക് ഇന്ന് തന്നെ തൃശ്ശൂർ എത്തണം. നാളെ കാലത്ത് കണ്ണൂർക്ക് പോണ്ടതാ. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ടവരാണേ. ഹായ്, എന്തോടോ തനിക്കിപ്പത്ര ഒരു പോസ്? അപ്പത്തിരി പോസിലാ.
ഇഷ്ടംപോലെ പണി, വീട് നിറയെ നാനാജാതി ആൾക്കാരും. പിന്നെ എനിക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ആ അപ്പോഴേ ഇനി ഇവിടെ നമ്മുടെ ആവശ്യമില്ല, നീ കൂടെ പോര്. ഇതെന്നാ വർത്താനേ പറയുന്നേ? ഞാൻ ആ കൊച്ചിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ പോണോടാ തോമസൂട്ടിയെ. എന്നാതിനാ? കണ്ടോ, അവൻ സമ്മതിക്കത്തില്ല. തോമാസുട്ടി, കാര്യം നിന്റെ പെങ്ങളാണെങ്കിലും ഇവളാളൊരു പാവം മൂർക്കം പാമ്പാ. ഒന്നും അറിയാത്ത എന്റെ അമ്മയെ പുഷ്പം പോലെ പൊക്കി പുറത്തേക്ക് ഇട്ടോളാ ഈ പുണ്യാവത്തി. ഓ പിന്നെ അമ്മായിമ്മ പോരുകൊണ്ട് പൊറിഞ്ഞു മുട്ടിട്ടാണെന്ന് പറ. എന്തായാലും എന്റെ അമ്മയെ പുറത്തേക്ക് ചാടിച്ചു തന്നല്ലോ. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നാ നിനക്ക് നല്ലത്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക. എന്നാ ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, എനിക്ക് 1-2 കടയിലും കൂടെ ചരക്ക് ഇറക്കാനുണ്ട്. ഏതായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ വരണതല്ലേ, അപ്പൊ വരാം. ഉണ്ടിട്ട് പോകാൻ വേണ്ട അമ്മച്ചി. എടാ കുഞ്ഞു കരയുന്ന അങ്ങോട്ടല്ലേ? ശരിയല്ലേ? ആ നീ വന്നേ. നിനക്ക് കാശ് വല്ലതും വേണം? എന്നാത്തിനാ? അത് കൊള്ളാം, എന്റെ തോമസ് കുട്ടിയില്ലേ ഇവിടെ? പിന്നെ ആ അമ്മയാർക്കൊരു എല്ല് കൂടുതലാ. അവരോട് കുറച്ച് മയത്തി പെരുമാറുന്നത് നിനക്കും അവർക്കും നല്ലതാ. അത് പിന്നെ എനിക്കറിയത്തില്ലയോ? അത് നിന്നേക്കാൾ മുമ്പ് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. కమలాకుచ సూచుక కుంకుమతో నియతారుణితాతుల నీలతనో కమలాయతలో లోకపదే భవ వెంక. കാപ്പി എടുത്തു വെച്ചിരിക്കുന്നു. നീ എതുക്കെന്നെ മാമീന് കൂപ്പിടായ്? ഞാൻ ഉനക്ക് സ്വന്തമാ? അല്ല, സരസ്വതി വിളിക്കുന്ന കേട്ട് വിളിച്ചതാ. സരസ്വതി അപ്പി വിളിച്ചോട്ടെ, അവൾ എനിക്ക് സ്വന്തം. പുറമക്കാരെ എന്നെ മീനാക്ഷി അമ്മ എന്ന് വിളിച്ചാ മതി. ഇതെന്നാ കളിയാ മാമി പറയുന്നേ? ഞങ്ങൾ എങ്ങനെ പുറമക്കാരാവും? പിന്നെ സരസ്വതി ഒരു തെറ്റ് ചെയ്ത് അത് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു എന്ന് വെച്ച് ക്രിസ്ത്യാനികളെ മുഴുവൻ അങ്ങ് തലയിൽ തൂക്കി വെക്കാൻ പറ്റുമോ? അമ്മയാരെ ഒരുമാതിരി ഇന്ദിര വർത്താനം പറയരുത് കേട്ടോ. ഞങ്ങള് തിരുസഭയിൽ സ്ഥാനമുള്ള കുടുംബക്കാരാ. അപ്പൊ കുട്ടാ, ഇന്ന് കാപ്പി ആരായിട്ടത്? നേര് പറയാലോ, ഈ അമ്മ തന്നെയാണ് ഇന്ന് കാപ്പി ഉണ്ടാക്കിയതും എടുത്തു വെച്ചതും ഒക്കെ. ക്രിസ്ത്യാനികൾ തൊണ്ണൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. നീ ചെന്ന് കാപ്പിക്ക് വേറെ വെള്ളം വെക്കേ. അപ്പുകുട്ടാ, കാപ്പി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ, ആവശ്യക്കാർ കുടിച്ചോളൂ. നീ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടേ. അപ്പുകുട്ടാ, ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി, എന്നിട്ട് അപ്പുകൂട്ടനെ വിളിക്കേ. അപ്പോഴേക്ക് അപ്പുകൂട്ടന്റേതായ ചില തീരുമാനങ്ങൾ എടുക്കട്ടെ. ഉണക്ക പൊട്ടത്തി. കുട്ടാ അപ്പ മോളെ, ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? എന്നാ ഞാൻ ചെയ്താൽ ശരിയാവത്തില്ലയോ? കണ്ണെഴുതുന്നതും പൊട്ടു കുത്തുന്നതും ഒക്കെ അപ്പൻ ചെയ്യുന്നതാ എന്റെ മോക്ക് ഇഷ്ടം, ഇല്ലേ മോളെ? നേരെ എത്രയെന്നറിയോ? കുളിച്ച് സ്കൂളിൽ പോണ്ടേ? എന്നും ഹെഡ് മിസ്സസിന്റെ ചീത്ത കേൾക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അവരെന്നാ വാഴയ്ക്ക് വേണ പറയും. ഈ ഫാമിലി ലൈഫിന്റെ ത്രില്ലെന്ന് പറയുന്നത് ആ തത്വത്തിന് അറിഞ്ഞൂടാ. ഉള്ളു മുഴുവൻ അസൂയ. എന്റെ ലീവിന് 2 ആഴ്ചയും കൂടി ഉള്ളൂ. അത് സർക്കാരിന് വിളിച്ചത്. നമുക്കൊരു 3 മാസം എടുക്കാം. അയ്യോ, ഒരയ്യോയും കിയോയും ഇല്ല, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ മോളെ ഇവിടെ തനിച്ചാക്കിയിട്ടുള്ള സമ്പാദ്യം ഒന്നും നമുക്ക് വേണ്ട. തന്നെയല്ല, സരക്ക് ഇപ്പൊ എന്നാ കോലമായെന്നറിയാം. ഞാൻ മോളെയും കളിപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ ശമ്പളം ആരും കൊണ്ട് തരും? ചെലവിപ്പോ വളരെ കൂടുതലാ. എത്ര ആളാ വീട്ടില്? തൽക്കാലം ഇയാൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇവരൊക്കെ ഇന്നലെ നാളെ പോകത്തില്ലേ? പിന്നെ മാമിയും ചേച്ചിയും തമ്മില് അത്ര സുഖത്തിലൊന്നും അല്ല കേട്ടോ. ഞാനും കാണുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാരും പെരുമാറണമെന്നില്ലല്ലോ. ഏതാ അതൊന്നും കാര്യമാക്കണ്ട. ബാക്കി എന്ത് വേണേ സഹിക്കാം. നിന്റെ ഈ മാമന്റെ മോങ്ങലുണ്ടല്ലോ, ആ ചെറിയ ഇഡലിക്കും സാമ്പാറിനുള്ള സമയമായെന്ന് തോന്നുന്നു. ആഹാ ആഹാ ஐயோ, அபசகனம் அபசகனம். நான் எவ்வளவு கஷ்டப்பட்டு போட்ட கோலம் அதுல துப்பிட்டாங்களே. கிழவி என்ன தைரியம் இருந்தா இந்த கோலத்துல துப்புவேன்? ഒന്നും വെറുതെ ഇരിക്കണ്ടേ അമ്മയാരെ? எப்படி வெறுതെ இருக்க முடியும்? பாலக்காட்டுல போய் இந்த மீனாட்சி அம்மா யாருன்னு கேட்டுப்பாரு, அப்ப சொல்லுவாங்க. എന്നെ അമ്മച്ചി, എന്റെ കുഞ്ഞെ എനിക്കൊന്നും മനസ്സിലായില്ല. പാലക്കാട്ട് പോയി ചോദിക്കാൻ. ഒന്നും മനസ്സിലായില്ല. എന്റെ കോലത്തിൽ തുപ്പ മാത്രം മനസ്സിലായി. ഉണക്ക തള്ളേ, നിങ്ങളുടെ ഈ ഭരതനാട്യാട്ടം കാരണമാ അത് ഞാൻ ഇട്ടേച്ചും പോയത്. നിർത്ത ഈ എടി പൊടി വാടിയൊക്കെ ഉണ്ടല്ലോ, അഥവാ കുടുംബത്തിൽ പോയി വിളിച്ചാൽ മതി. ഇതെന്റെ മോന്റെ വീട്, അവന്റെ മുറ്റം, എന്റെ വായ. എനിക്ക് ഇഷ്ടമുള്ളടത്ത് എങ്ക
தைரியம் இருந்தா துப்பு பார்க்கலாம். എന്നതാ കാര്യം? ഓരോരുത്തരായി പറ. തോമസൂട്ടി, അമ്മച്ചിക്ക് മനസ്സിലാക്കി വെച്ചാൽ നെഞ്ചുവേദന വരുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാടാ. അതെനിക്കറിയത്തില്ല അമ്മച്ചി. ഇപ്പൊ ഇവിടെ നടന്നു പറ. மாப்பிள்ள எப்படி பாருங்க மாப்பிள்ள, நான் காலையில எழுந்து கஷ்டப்பட்டு பெருக்கி தண்ணி தெளிச்சு கோலம் போட்டு ഇത്ര ഒന്നും വിസ്തരിക്കാനില്ലടാ. നമ്മുടെ അമ്മച്ചി ഒന്ന് മുറുക്കി തൊപ്പിപ്പോയി. അമ്മച്ചിക്ക് മുറിക്കാ പിന്നെ തുപ്പുണ്ടായോ? ഓ, അത് അവരുടെ രണ്ടാ എന്തോന്നേലായി. എന്തോന്ന് பாத்தீங்களா மாப்பிள்ள, இந்த கோலத்தை பாத்தீங்களா? ആയി പോച്ചേ. എടി സൂചി, നീ അകത്ത് എടുത്ത് വെള്ളം എടുത്തോണ്ട് കഴുകിക്കളാ. എന്നിട്ട് മാമി അവരുടെ മനസമാധാനമായിട്ട് ഇഷ്ടം പോലെ എന്തോന്നാ അതിന്റെ പേര്, ഒരു കോലം വരച്ചു വെക്ക്. എന്നതാ ഇത്? ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കണം തുടങ്ങിയാല് ഈ വീട്ടില് ഇന്ന ജാതി ഇന്ന ദൈവം എന്നൊരു വ്യത്യാസമില്ല. ആർക്കേത് ദൈവത്തെ എപ്പ വേണേ എവിടെ വെച്ച് എങ്ങനെ വേണേ പൂജിക്കാം. 9:30 ആയി. അയ്യോ, വന്നാങ്ക ഇവங்க என்ன மாமி இது? சும்மா இருக்க மாமி. നേരെയാണോ അമ്മച്ചി? നേരെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ വലുത് വെക്കായിരുന്നു. ഓ, ഇനി ഇതൊക്കെ മതി ഇല്ലടി സൂസി? ശരി ചേച്ചി. എടാ റോസേ, ഓ നമുക്ക് ഇവിടുത്തെ പള്ളിയിലെ അച്ഛനെ വിളിച്ച് വീടൊന്ന് വെഞ്ചരിപ്പിക്കണ്ടായോ? ഞാനും അത് തന്നെ ആലോചിക്കുമായിരുന്നു അമ്മച്ചി. ഓ, എന്റെ ഈശോയെ തെളിഞ്ഞു വരുമല്ലോ. சீமாச்சு, நீ இங்க இருந்து என்னடா பிரயோஜனம்? அதான் நானும் கேக்குறேன். நீயும் இங்க இருந்த என்ன பிரயோஜனம்? சீக்கிரம் வீட்டுக்கு போயிடு. சும்மாரா, இந்த ஊர்ல சாஸ்திரிகள் எங்க இருக்காரு? எதுக்கு? இந்த வீட்டுல ஒரு நவகிரக ஹோமம் பண்ணணும். ഇതാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. മുറ്റത്ത് കോലം, വാതുക്കൽ ക്രിസ്തു, ഇനി ഒരു മുസ്ലിം കൂടി. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ലല്ലോ പപ്പനാവൻ നായരെ. ദേ, നായരെന്ന് തന്നെ വിളിക്കരുത്. ഞാനൊരു പുരോഗമനവാദിയാ. മാഷ ഒന്ന് കാണാൻ നേരിട്ട് വന്നതാ. ഇന്ന് സ്കൂളുള്ള കാര്യം മറന്നുപോയി. ഇനിയിപ്പോ സ്കൂളിൽ പോയി കണ്ടോളാം, ഇല്ലെങ്കിൽ നാളെ ഇവിടെ വരാം. മാഷ്കർ കത്തെന്നും തോന്നുന്നു. സുബ്രഹ്മണ്യ അയ്യ, ഇതാരിത്? എനിക്കെങ്ങനെ അറിയാം? അത് ഞാനൊന്ന് ചോദിച്ചില്ല അങ്ങോട്ട്. ചേടാ, ഇത് ഭാഗ്യലക്ഷ്മിയുടെ കല്യാണത്തിന്റെയാ. ഏതാ ഈ ഭാഗ്യലക്ഷ്മി? ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് പഠിക്കുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയെ പറ്റി. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തതും അപ്പ വഴക്ക് പറഞ്ഞൊക്കെ അവളുടെയാ. നല്ല സ്വഭാവമുള്ള കുട്ടിയാ. എന്ത് രസാന്നറിയോ അവളെ കാണാൻ. നല്ല നീണ്ട മുടിയൊക്കെ ആയിട്ട് ഭയങ്കര മിടുക്കിയായിരുന്നു. നമ്മൾ തമ്മിൽ അടുപ്പായപ്പോ ഞാൻ ആദ്യം എഴുതിയത് അവൾക്കാ. ശരിക്കും പറഞ്ഞാ അവളാ എനിക്ക് ധൈര്യം തന്നത്. അത് കൊള്ളാമല്ലോ. ഞങ്ങൾ പണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, അവളുടെ കല്യാണത്തിന് ഞാനും എന്റെ കല്യാണത്തിന് അവളും തീർച്ചയായും ഉണ്ടാവുന്നു, ലോകത്ത് എവിടെയായാലും. എന്നിട്ട് നമ്മുടെ കല്യാണത്തിന് ആ കക്ഷിയെ കണ്ടില്ലല്ലേ? അങ്ങനെ കാണിക്കാവുന്ന ഒരു കല്യാണമായിരുന്നു നമ്മുടെ. വീട്ടിൽ നിന്ന് ഓടിപ്പോന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടുമ്പോ ആരും കാണല്ലേ എന്നല്ലേ പ്രാർത്ഥിച്ചിരുന്നത്. സത്യം. പക്ഷെ ലക്ഷ്മി വാക്ക് വലിച്ചു. എന്നായി കല്യാണം? അടുത്ത ഞായറാഴ്ച. നമുക്ക് പോവാന്നേ. സത്യം? കുറി ആർക്കാന്ന് നോക്ക്. മിസ്സിസ് ആൻഡ് മിസ്റ്റർ തോമസ് കുര്യൻ MA.B.Ed. ഏതായാലും നമ്മുടെ വീട്ടുകാർ നമ്മളെ അംഗീകരിച്ചു. ഇനി ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് സമുദായം കൂടി നമ്മളെ അംഗീകരിക്കുമെങ്കിൽ നമ്മളായിട്ട് എന്നാത്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? നമ്മൾ പോകുന്നു.
മാഷെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതോളൂ. ഒന്ന് പുറത്തേക്ക് വന്നാൽ. ഇത് കഴിഞ്ഞ ഉടനെ വരാം. അതിന്റെ ഇല്ല, നമുക്ക് അടുത്ത പന്തിയിലിരിക്കാം. ഇവിടെ ആദ്യത്തെ പന്തി ബ്രാഹ്മണർക്കുള്ളതാ. കൂട്ടത്തിൽ മാഷ് ഇരിക്കുന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരു വിഷമം. ഒന്നും കഴിച്ചില്ലല്ലോ. ആ, നമ്മളവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ലേ ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിനും നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒന്നെനിക്ക് മനസ്സിലായി. ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ. എത്ര ശ്രമിച്ചാലും. അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്ങനെ വേണ്ടാത്തൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ. എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ. എന്നാത്തിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ, കഴിഞ്ഞു. സാരമില്ല. ഇനി ഇതറിയുമ്പോ ഇവിടെ എന്നാ പോകുമ്പോ ഉണ്ടാകാൻ പോകുന്നെന്ന് കർത്താവിന് തന്നെ അറിയാം. നീ ഒന്ന് ചുമ്മാ എരിയടി. 2 തുള്ളി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറിറങ്ങത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത്രയും ക്ഷമിച്ചത് തന്നെ ഞാൻ എന്റെ തോമസ് കുട്ടിയെ ഓർത്തിട്ടാ. ഇച്ചാനിപ്പോ പട്ടമാരെ പോലെയായി. അത് അവനെ കൊള്ളാഞ്ഞിട്ട്. എത്രയോ ക്രിസ്ത്യാനി പിള്ളേർ വേറെ ജാതിന്ന് കല്യാണം കഴിക്കുന്നു. അവരൊക്കെ എന്നതാ ചെയ്യുന്നേ? പെൺപിള്ളാരെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കും. അത് നേരാ. അവനൊരു പാവം ആയതുകൊണ്ടല്ലയോ. ആ, ഇതൊന്നും ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റൂല. നിർബന്ധാണ് പുറത്തൊരടുപ്പ് വെച്ചേരാ. പുറത്തെടുപ്പോ? അതെ. അതന്നെ ഞങ്ങൾക്ക് വല്ല ഐറ്റം ഉണ്ടോ? ഐറ്റത്തിന്റെ അല്ല, ഇതൊന്നും ടീച്ചർക്ക് പിടിക്കൂല. പോവാൻ പറയടോ. ഞാനേ എന്റെ മോന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ തറവാട്ടിലേ ആണുങ്ങൾക്കാ സ്ഥാനം. ടീച്ചറെ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ? ഈനാച്ചേട്ടന്റെ ഒറ്റ വാക്കിന്റെ മുകളിലാണ് ഞാൻ ഇവിടെ നിന്ന് പോരുന്നേ. എന്താ പൂട്ട? ഒന്ന് പോയി നോക്കിയാട്ടെ. മാഷ് അമ്മയും പെങ്ങളൊക്കെ ഇരുന്ന് മീൻ നന്നാക്കുക അവിടെ. ടീച്ചർക്ക് ഇത് പിടിക്കൂലെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി എന്റെ നേർക്കാ ചാട്ടം. ആമാ. അതും നാനും ചച്ചു എടുത്ത എന്റെ വീട്ടിലാ. അണ്ടമോ മഴേ இது வரடி. என்னடி நினைச்சிட்டு இருக்கீங்க? நாங்க நல்ல பிராமண குடும்பத்துல பிறந்தவங்க. உங்களை மாதிரி செத்து போன ஆட்டையும் மாட்டி அடிச்சு திங்கிறவங்க இல்ல. ഉണക്കപ്പെട്ടതി മലയാളത്തിൽ പറയടി. പിന്നെ ഞങ്ങളുടെ ചച്ചു ഒരു തെറ്റ് കാണിച്ചു. അത് ഞങ്ങളെ ക്ഷമിച്ചു. എന്ന് വെച്ച് നിങ്ങളെല്ലാം കൂടെ തലയെ തൂക്കി വെച്ച് ആടണം. എന്റെ മോനെ കണ്ണും കാലും കാണിച്ച് തട്ടിയെടുത്തത് കുറെ വലിയ വർത്തമാനം പറയും. നിങ്ങളുടെ മോനെ ഞങ്ങളൊന്നും തട്ടിയെടുത്തില്ല. ഞങ്ങളുടെ മോനെ നിങ്ങൾ എന്നടി മാമി നമ്മളിന്ന് എന്തിനെ പറ്റി പഠിക്കാൻ പോണെന്നാ പറഞ്ഞത്? പ്രഭാഷണകല. ആ, പ്രഭാഷണകല. പ്രഭാഷണകലയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അതിനെ പ്രസംഗം എന്ന് പറയാറില്ല. പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ ആൾക്കാരും പ്രസംഗിക്കാണ് പതിവ്, അല്ലേ? രാഷ്ട്രീയക്കാര്. വീട്ടിൽ നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നു.
ആര് സംസാരിക്കരുത്, പേര് എഴുതി കേട്ടോ സംസാരിക്കുന്നുണ്ട്. ചേച്ചി എന്നാ ഇവിടെ? ഞങ്ങൾ നിന്നോട് എന്നാ തെറ്റാടാ ചെയ്തത്? എന്റെ കാര്യം കള ആകെ ഉള്ളൊരു ആന്തര്യല്ലോന്ന് വെച്ചാ അമ്മച്ചി നിന്റെ വീട്ടിൽ താമസിക്കാൻ വന്ന്. എന്താ കാര്യം ഒന്ന് പറ. ചോദിച്ചു നോക്കും എന്റെ കെട്ടിയോളോട്. അവളും ആ തള്ളയും കൂടെ നമ്മുടെ അമ്മച്ചിയെ. ഈശോയെ, എനിക്കത് പറയാൻ വയ്യടോ. മാഷ് എന്തായാലും ഒന്ന് വീട് വരച്ചല്ലേ. ഇവനെ ഞങ്ങൾ എങ്ങനെ വളർത്തിയെന്ന് അറിയാമോ മാഷെ? ഞങ്ങളുടെ മുഖത്ത് നോക്കി കടുത്തൊരു വർത്തമാനം പറയാത്തവനായിരുന്നു അവൻ. അതിനു വേണ്ടി ഇവന്റെ പെമർന്നത്തിന് വായിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വന്നു. ചേച്ചി വീട്ടിലോട്ട് പോയി, എനിക്ക് ക്ലാസ് ഉണ്ട്. ബാക്കി അവിടെ വന്നിട്ട് സംസാരിക്കാം. നീ വരുന്നിടം വരെ എന്നാ വിശ്വസിച്ചാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? മാഷ് പോയിക്കോ, ഹെഡ് മിസ്റ്റേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ശരി, വാ. പോട്ടെ മാഷെ. ഇതാ പറയുന്നത്, ഈ പ്രേമവിവാഹങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്ന്, പ്രത്യേകിച്ചും രണ്ട് ജാതിക്കാരാവുമ്പോ. എന്നെ കൊന്നടാ തോമസൂട്ടിയെ. അയ്യോ, ഈ തലമുടിക്ക് കുത്തിപ്പിടിച്ച ചോരുമേലേക്ക് ഒരൊറ്റ തള്ള്. എന്റെ നല്ല ജീവൻ അപ്പൊ പോയടാ. ആ അമ്മേർക്ക് ആരും പേടിയില്ല. എന്നാത്തിനാ ഇതിനൊക്കെ പോയേ എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇത്തിരി മീൻ കൂട്ടണം തോന്നിയപ്പോ എന്നാ ചെയ്യും? ഇത്രയും നാൾ കൂട്ടിയതല്ലേ, ഇനി കുറച്ചാൾ കൂട്ടായിരുന്ന എന്നാ കുഴപ്പം? ഓ പിന്നെ, ഇത്തിരി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറിറങ്ങത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടായടാ. എന്നോടൊരു വാക്ക് പറഞ്ഞത് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ 1-2 പാഴ്സൽ കൊണ്ട് തരത്തില്ലായിരുന്നോ? ഇത് സ്കൂളിലും വന്ന് നാട്ടിച്ചു. ഓ, അപ്പൊ ഞാൻ സ്കൂളിൽ വന്നത് നിനക്ക് നാണക്കേടായില്ലേ? എന്ന് അമ്മച്ചിക്ക് ഇനി സഹിക്കാൻ പറ്റത്തില്ലടാ മോനെ. നീ നിന്റെ കെട്ടികളും അവരുടെ വീട്ടുകാരുമായിട്ട് ഇവിടെ കഴിഞ്ഞു. അമ്മച്ചി വീട്ടിൽ കൊണ്ട് നാക്കിയേര്. ആ, അതാ നല്ലത്. എന്നാ പിന്നെ ആർക്കും ഒരു ശല്യമില്ലല്ലോ. എന്നാ അമ്മ ചെടിയോ നോക്കപ്പാ. ഈശോ, ഇത് കേട്ടോ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് തോന്നിയത്? നിനക്ക് എന്നെ വേണ്ടായാലും എനിക്ക് നിന്നെ വേണവടാ. ഞാൻ ഇപ്പോഴെങ്ങും ഇവിടുന്ന് പോകത്തില്ല. അയ്യോ, എല്ലാം കൂടെ പറഞ്ഞാൽ സൂസി, നെഞ്ച് വേദന എടുക്കുന്നടി. എന്നെ இருந்தாலும் എങ്കിലും വ്യാപാരപ്പെടുത്തിയിട്ട് വേണ്ട. എന്നതാ ഇതൊക്കെ? വഴക്ക്, ബഹളം, ഒരു സ്വത്തമായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. തന്റെ മാമിയോട് മര്യാദ ഇരിക്കാൻ പറയണം. മാമിയെ മാത്രമായിട്ട് കുറ്റം പറയണ്ട. അമ്മച്ചിയും ചേച്ചിയൊന്നും അത്ര മോശക്കാരല്ല. അവരിപ്പോ എന്നായി പറയുന്നേ? കുറച്ച് മീൻ വാങ്ങിച്ച് വെക്കാൻ നോക്കി, അത് എന്നാ കുഴപ്പം? ചേട്ടാ, അവരല്ലേ കഴിക്കും, അവർ നിങ്ങളോട് കഴിക്കാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. ഈ വീട്ടിൽ മീൻ കയറ്റുന്നത് എനിക്കിഷ്ടമല്ല. എടോ, തനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുതെന്ന് എന്നോട് പറയാം, എന്റെ വീട്ടുകാരോട് വേണ്ട. 3 നേരം ഇറച്ചി മീനും കഴിച്ചോണ്ടിരുന്നവനാ ഞാൻ. തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായില്ലേ? അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എടാ, ഒരു നിലയ്ക്ക് ഒരു സമാധാനം തരില്ലെന്ന് വെച്ചാല് അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഉടനെ അമ്മ ഇങ്ങോട്ട് വരണം. അമ്മ വന്നാലേ ആ അമ്മയാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ അമ്മയോട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അമ്മ മറക്കണം. ഞാനും കൂടെ പ്രത്യേകം പറഞ്ഞു എഴുതിയേരുമോളെ. എന്നാത്തിനാ? കുറച്ചൊന്ന് പൊക്കിയച്ചാ മതി, ആ തള്ള വീണോളൂന്ന്. അല്ല, നീ നിന്റെ അമ്മാവിമ്മയും തമ്മിൽ അത്ര നല്ല സുഹൃത്തിലല്ലല്ലോ. അവരെ പുറത്താക്കിയിട്ട് നീ ഈനോച്ചും കൂടെ വേറെ മാറി താമസിക്കുന്ന ദേഷ്യം ഇനിയും തീർന്നു കാണത്തില്ല. ഒന്നുമില്ലെങ്കിലും പ്രായമായൊരു സ്ത്രീയല്ലോടി. അയ്യടാ, അമ്മച്ചി 1 മണിക്കൂർ ആ തള്ളയുടെ കൂടെ താമസിച്ച് നോക്കി, അപ്പൊ അറിയാൻ കോണം. എന്റെ റോസിക്കുട്ടിയെ, എനിക്കിപ്പൊ തന്നെ നെഞ്ചുവേദന തുടങ്ങിയടി. അയ്യോ, അമ്മച്ചി ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇത് നോക്കി, ആദ്യം ആ തള്ള ഇങ്ങി വരട്ടെ. ഇവിടെ നിർത്തണം. 2 രൂപയാ സീറ്റ് നോക്കിയട്ടെ. 3000 രൂപയായി. നിന്നോട് ഞാൻ മീറ്റിടാൻ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ ഇതുവരെയല്ലേ വന്നല്ലോ. എന്ന് പറഞ്ഞ അങ്ങനെ എന്തും പറഞ്ഞാൽ പറ്റില്ല. പോടാ നിന്റെ കാര്യത്തേക്ക്. കാശ് അതല്ലേ ഓരോ ഉടക്ക് കേസ്. എന്റെ ഈശോയെ, ഇത് ആരായി വന്നിരിക്കുന്നേ? അമ്മച്ചിയെ, സൂസിയെ, ഈനാശേട്ടന്റെ അമ്മ വന്നിരിക്കുന്നു. എന്റെ റോസ്, നീ അത്രയ്ക്കൊന്നും വെള്ളം വെക്കണ്ടേ മോളെ. അമ്മയെ കാണാനിട്ട് ഞാൻ എത്ര വിഷമിച്ചെന്നറിയാമോ? അത് നിന്റെ കത്ത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിക്കൊണ്ടേ. വരുന്നവരെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒന്ന് കാത്തു നിൽക്കുമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഈനാശേട്ടനോട് പറഞ്ഞ ഇവിടെ ഇറക്കത്തില്ലായിരുന്നു. എടി മതിയുടെ റോസി, ഞാനൊന്ന് ചത്ത് കിട്ടാൻ വേണ്ടി നീ കൊരറ്റി മുത്തിക്ക് പൂവങ്കൊല നേർന്നോളല്ലേ. വല്ല വർത്താനൊന്നും പറയണ്ട. അതൊക്കെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. എന്റെ പൊന്നമ്മ, അതൊന്നും മനസ്സിൽ വെക്കല്ലേ. അത് മനസ്സിന്റെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ. എന്നാലും മരുവൾക്കൊരു ആപത്ത് വരുമ്പോ രക്ഷിക്കേണ്ടത് അമ്മായിമാരെ ചുമതലയല്ലേ. എടി ഏലിയമ്മേ, നീയൊക്കെ ഉണ്ടായിട്ട് എന്തുണ്ട് കാര്യം? എനിക്ക് നല്ല സുഖമില്ല എന്റെ വറുണിച്ചെടുത്തി. മനസ്സിന് വിഷമം തട്ടിയാ മതി, ഉടനെ നെഞ്ചിനകത്തൊരു വേദനയാ. അത് ഈ ഗ്യാസിന്റെയാ.
ഗ്യാസൊന്നുമല്ല, ഹാർട്ടാ ചെടുത്തി. അതെയാ? അമ്മ വാ. മീനാക്ഷി അമ്മാളല്ലേ? അതെ. നാത്തൂന്റെ മാമനാ, എപ്പോഴും കരച്ചില. അപ്പൊ കുട്ടാ മനസ്സിലായി, അരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. என்னமோ ரொம்ப பயமா இருக்கு. உன் ஹஸ்பண்ட் ஆளுங்க பூரா வந்துட்டே இருக்காங்க. அந்த அம்மாளுடைய நோட்டம் கண்டா என்ன அப்படியே கொன்னு போட்டுருவா போல் இருக்கு. நீங்க பயப்படுற மாதிரி ஒண்ணும் இல்ல மாமி. நீ சும்மா இருடி, நீ சின்ன குழந்தை, உனக்கு ஒண்ணும் தெரியாது. மாப்பிளைக்கு அவகிட்ட தான் இஷ்டம். ஏன்னா அவ பூரா அவங்க ஆளுங்க. என்ன பாக்குறது கிடையாது, எங்கிட்ட ஒரு வார்த்தை பேசுறது கிடையாது. நான் இப்பவே அண்ணாவுக்கு லெட்டர் போட்டு 10 ஆளுங்களை கூட்டிட்டு வர சொல்றேன். வேண்டாம் மாமி. நம்ம ஆத்துல இருக்காங்க ஆளுங்க. இந்த மீனாட்சி அம்மாள் யாருன்னு அவளுக்கு தெரிய வேண்டாம். நீ சும்மா இருடி. കേട്ടോടത്തോളം കാര്യങ്ങൾ അത്ര നിസ്സാരമൊന്നുമല്ല. അല്ല, അതുകൊണ്ടാ അമ്മ തന്നോട് എത്രയും ഞാൻ എഴുതിയത്. ഉണ്ടാക്കാവുന്ന ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ആ അമ്മയാരെ ഇവിടുന്ന് എങ്ങനെങ്കിലും പുറത്താക്കണം. അത് വെറോണി ചേർത്ത് വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു അതൊക്കെ പറഞ്ഞേക്കും. നിങ്ങൾക്കൊരു ഒറ്റെണ്ണത്തിന് വിവരമില്ല എന്റെ ഇല്ലാമേ. വെറുതെ വായാലും നാവിട്ടടിച്ചിട്ട് എന്തുട്ട കാര്യം? ഒച്ച വെക്കാനാണെങ്കിൽ ഇവളുടെ അത്ര കഴിവെനിക്കില്ല. പിന്നെ ഞാൻ എപ്പോഴാ ഒച്ച വെച്ചിട്ടുള്ളത്? അതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ എന്റെ റോസി. എന്റെ മരുവളായിട്ട് വന്നതിന്റെ 3ാമത്തെ ദിവസം തുടങ്ങിയതല്ലേ നീ യുദ്ധം? ഒരാൾ മാത്രം വിചാരിച്ച യുദ്ധം ഉണ്ടാവുമോ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ടോ? എന്റെ ഈനാശു കുട്ടിയെ കൊണ്ട് എന്നെ പുറത്തയക്കിച്ച പുണ്യാഴ്ച അല്ലടി നീ. അത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട്. ചെളുക്ക അവിടെ തള്ള ചെളുക്ക ഒന്ന് നിർത്താനേ. നമ്മളിപ്പോ എവിടാ നിൽക്കുന്നതെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? റോസിയെ, നമ്മളെന്തിനാ ഇപ്പൊ വരവണിച്ചെടുത്ത് ഇങ്ങോട്ട് എടുത്തയച്ചു വരുത്തിയത്? ഞാനതങ്ങ് മറന്നുപോയി. അമ്മ പറ. നീ ഇടയിൽ കയറി കൊത്തരുത്. ഇല്ല, നിങ്ങൾ കുറെ ബഹളം വെച്ച് ഒച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എങ്ങനെ? അമ്മായിമ്മ പോലും എടുത്ത് നിനക്ക് അവളെ ഇവിടുന്ന് ഓടിക്കാനുള്ള സമയമില്ലല്ലോ. അതില്ല, തന്നെയല്ല തോമസ് കുട്ടിക്ക് അതൊക്കെ നല്ലോണം മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് തെറ്റിച്ചാലേ അമ്മയാർക്കും കൂട്ടരിക്കും ഇവിടെ സ്ഥാനില്ലാണ്ടാവുള്ളൂ. അതിന് എന്നതാ ഒരു വഴി? കുട്ടിയെ മാമനസ് മുക്കിയോ? കൊള്ളാം. അതും പറഞ്ഞു തന്ന അവൻ ആദ്യം നമ്മളെ എവിടെ നടിച്ചിറക്കും. എന്തിന്? അവർ ജാതി മതമൊന്നും വേണ്ടാന്നും പറഞ്ഞ് ജീവിക്കല്ലേ. അവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവ് കാണിക്കേണ്ടത്. കുട്ടിയെ മാമനസ് മുക്കിയ ക്രിസ്ത്യാനിയായോ? കുട്ടിയെ പിരിഞ്ഞിരിക്കുക അമ്മയ്ക്ക് പറ്റോ? അപ്പൊ അവള് നമ്മൾ വരച്ച് വരാൻ നിൽക്കും. അമ്മയാര് പമ്പ കിടക്കുകയും ചെയ്യും. കാര്യം തരാ. പക്ഷെ എങ്ങനെയാ തോമസ് കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കുക? ഒരു കാര്യം ചെയ്യും, സൂചി ഇവിടെ വെറുതെ ഇരിക്കില്ലേ? അതെ, അതിനിപ്പോ അവളെന്നാ ചെയ്യാന്? നിങ്ങൾ അവളെ അപ്പന്റെ അടുത്ത് പറഞ്ഞു വിട്. നീ പോയി അപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പൻ അവനോട് വിശദമായിട്ട് സംസാരിക്കട്ടെ. സൂത്രത്തിൽ ഞാൻ അവനൊന്ന് ഇളക്കി വിടാം. നാളെ ആവട്ടെ. അടുത്ത് പള്ളിയിൽ പോയി ഒരു കുർബാന കൈക്കൊണ്ട അതിന്റെ ഒരു സുഖം വേറെ തന്നെ. അതിനിപ്പോ ഇന്ന പള്ളി ഇന്ന സ്ഥലം എന്നൊന്നില്ല. നടക്കാനാവുന്നുള്ള കാലം വരെ ഞാൻ ദിവസം പള്ളിയിൽ പോകും. അമ്മയെ ചേച്ചി വിളിക്കായിരുന്നില്ലേ കൂട്ടിന്? എന്തിനുണ്ട മോനെ കൂട്ട്? ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ വേണമെങ്കിലും ഞാൻ തനിയെ പോയിട്ട് വരും. അതിപ്പോ ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല. ഈനാശുവിന്റെ അപ്പം മരിക്കുന്ന കാലം വരയ്ക്കും പറയും. വെറോനി ഉണ്ടായ അതിനൊരു ധൈര്യവും സുഖവും ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലട തോമാസുട്ടിയെ, നീ ഇങ്ങനെയായാ മതിയോ? അല്ല, കല്യാണത്തിനേ നീ ഒരു അല ചോറ് തന്നില്ല. കുട്ടിയുടെ മാമൂസെങ്കിലും ഗംഭീരായിട്ട് കൊണ്ടാടണം. നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരെയും ഒക്കെ വിളിച്ച് നല്ലോണം നടത്തണം. അല്ല, അവരിപ്പിനി കൂടിക്കോളും. അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഏത് മാമോദിസേ? അങ്ങനെ പ്രത്യേകിച്ച് ജാതിയും മതവും ഒന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഞങ്ങള്. പിന്നെ അവളങ്ങനെ വളരട്ടെന്ന്. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എടാ മോനെ, നിന്റെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല. എന്നാ തെറ്റ് കണ്ടാ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. നീ ഒരു ക്രിസ്ത്യാനി അല്ലടാ മോനെ. അപ്പൊ നിന്റെ മോളെ ക്രിസ്ത്യാനിയായിട്ട് തന്നെ വളർത്തണം. മൂത്തോര് പറയുന്നത് മുഴുവൻ നീ തട്ടിക്കളയരുത്. അല്ല, ഞാനും സരസ്വതിയും കൂടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി മാമൂസ മുക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ 2 വഞ്ചലും കാലിടരുത്. വെള്ളത്തിനടിയിൽ പോയാലേ വിവരം അറിയുള്ളൂ.
പോയാ എന്താ ചേച്ചി ഇത്? എന്തായാലും അടുക്കളയിൽ വെച്ചൂടെ? ആളുകൾ കണ്ടാ എന്ത് വിചാരിക്കും? ഓ, എന്നാ വിചാരിക്കാനാ? കൂടി വന്ന് ഞങ്ങള് പുറത്തായെന്ന് പറയും, അത്രയല്ലേ ഉള്ളൂ. സാരമല്ലേ നാത്തൂനെ, ജീവിതമല്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. ആരെ തോൽപ്പിക്കാനാ ഈ വാശി? ഞങ്ങൾക്കാർക്കും ഒരു വാശിയില്ലേ. ഇച്ചാലൊന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഒറ്റയ്ക്കെങ്ങനെ തിരിച്ചു പോകുന്നു വിചാരിച്ചിട്ടാ. നീ എന്നാത്തിനാണ് തിരിച്ചു പോകുന്നത്? തോമസ് കുട്ടി എവരൊക്കെ കാണുന്നതിന് മുൻപേ നമ്മൾ കാണാൻ തുടങ്ങിയതില്ലയോ? അവനൊരു മൊണ്ണയായി പോയി, അതിന്റെ ശിക്ഷയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ടായേ. മാനം മര്യാദയായിട്ട് കഴിഞ്ഞിരുന്ന ഒന്നാന്തരം കുടുംബക്കാരെ ഈ ഗതിയിലാക്കിയില്ലേ? ഇത് തന്നെ ധാരാളം. അതെ, അമ്മയ്ക്ക് വേഗം അതൊന്നും ഞാനിഞ്ഞു തന്നെ. മാമി, നിങ്ങൾ രണ്ടു കൂട്ടർ ഇങ്ങനെ ആയാലോ? മാമിക്കെങ്കിലും ഒന്ന് മാറിക്കൊടുത്തൂടെ? இதோ பாரு சச்சு, நீ இந்த விஷயத்துல தலை போடாத. நீ சின்ன குழந்தை, நோக்கொன்னும் தெரியாது. ஷூ, ഞാൻ ഇവിടെ നിന്നത് എത്ര നന്നായി. അല്ലെങ്കിലേ അവർ ഇവളെയും മാറ്റിയെടുത്തേനെ. എന്തായാലും അവരെന്റെ ഭർത്താവിന്റെ വീട്ടുകാരല്ലേ? ஆமாண்டி, அவ உங்க வீட்டுக்காரங்கதான். நான் உங்க அப்பனுக்கு தங்கச்சி. இத பாரு, உங்க அம்மா இறந்து போனதுக்கு அப்புறம் இந்த மடியில தாண்டி போட்டு உன்னை வளர்த்தேன். അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരാണെന്ന്. ഞാനേ എന്റെ അണ്ണൻ എഴുതിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരും. ഇനിയും വരാനുണ്ടോ? പിന്നെ ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പച്ചനും കൂടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയില്ലാതെ. തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാണ്. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെ നിന്റെ 4 കാശ് കിട്ടാൻ വേണ്ടിയിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടുമുണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്. അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവൾ ആ സരസ്. അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല. അവള് ബുദ്ധിയുള്ളോളാ, അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളപ്പിന് ഞങ്ങൾ പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 16 കൊല്ലം കഴിഞ്ഞ തന്നെ ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഇത് പെൺകുട്ടിയാ. മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് ജാതിക്കാർക്ക് കൊടുക്കും? നീ അന്യജാതിയിൽ നിന്നൊരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങക്ക് വരുന്നില്ല നല്ലൊരു ആലോചന. പിന്നെയാ ഒന്നും വേണ്ട. നീ ഒരു സ്കൂൾ മാസ്റ്റർ അല്ലേ? 1ാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ, പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം. അപ്പച്ച ഞാൻ പറഞ്ഞില്ലേ, സരസു. എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പൂപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമസ് കുട്ടിയാണ്, അത് മറക്കണ്ട. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല. പഴയ സന്തോഷമൊക്കെ പോയി. ഏയ്, വെറുതെ തോന്നുക. ഞാനേ ആലോചിക്കായിരുന്നു എന്ത്? നമ്മുടെ മോടെ കാര്യം. അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ? പേര് നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ? വനിത. അത് പോരാ. നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഏതാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെന്ന് വയ്ക്കുക. ജാതി എന്താന്ന് അതിനകത്ത് എഴുതണം. സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിൽ പ്രത്യേക കോളുണ്ട്. എന്ന് വേണ്ട ജോലി, വിവാഹം, എല്ലാത്തിനും ഇതൊരു പ്രശ്നമാവും. മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ? അതെ, അത് നമ്മളായിട്ട് എങ്ങനെയാന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ മുക്കിയാലോ? വേണ്ട. പറയുന്ന കേക്ക്. പറയണ്ട, എനിക്ക് മനസ്സിലായി. കണ്ണും കാതൊക്കെ എനിക്കുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇതിവിടെ പുകയാൻ തുടങ്ങിയിട്ട്. അയ്യോ, സരസ് ഉദ്ദേശിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. മാമോദീസ മുക്കിയെന്ന് കരുതി
പള്ളിയിലൊന്നും പോണ്ട, വെറുതെ ഒരു ചടങ്ങ്. എന്നാ പിന്നെ എനിക്ക് എന്റെ മുഖത്ത് ചേർക്കണം എന്ന് പറഞ്ഞൂടെ? അതെങ്ങനെ? അച്ഛന്റെ സ്ഥാനത്ത് തോമസ് കുര്യന് പേരുള്ളപ്പോ? ഒന്നുമല്ല, നമ്മൾ കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിരുന്നൊക്കെ മറന്നുപോയി. ഇങ്ങനൊരു മാറ്റം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. ഈ സംസാരം പോലും എനിക്കറിയാം ഇത് നിങ്ങളുടെ അഭിപ്രായമല്ല. പിന്നെ ആരുടെ അമ്മ പറയിപ്പിച്ചതാ. ആര് പറയിപ്പിക്കുന്നു? ചേട്ടാ, എനിക്ക് ചിന്താശക്തിയില്ലേ? ഇത് ഞാൻ എത്രയോ ദിവസമായിട്ടിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനം. പക്ഷെ എന്നെ പറ്റി ആലോചിക്കാൻ തോന്നിയില്ലല്ലോ. ഞാൻ സ്വന്തക്കാരും ബന്ധുക്കാരുള്ള വീട്ടിൽ തന്നെയാ ജനിച്ചത്. അവരൊക്കെ വെറുപ്പിച്ചിട്ടാ ഞാൻ കൂടെ ഇറങ്ങി വന്നത്. ആരുടെ മൊത്തൊന്നും പറയണ്ട. ഈ ബന്ധുക്കാരെ സ്വന്തക്കാരെ കൊള്ളപ്പോൾ എന്നെ പന്തലിൽ നിറക്കി വിട്ടത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും വേണ്ട. ആവശ്യമില്ലാത്തല്ല, ഞാൻ സമ്മതിക്കില്ല. ഏതേ അധികം വാശി പിടിക്കണ്ട. എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന നമ്മള് ഇപ്പൊ സ്വസ്ഥത ഇല്ലാണ്ടായി വഴിക്കൂടാൻ തുടങ്ങി. എന്റെ വീട്ടിൽ അല്ല സ്വാമി, ഇതെന്താ പെട്ടിയും സഞ്ചിയൊക്കെ ആയിട്ട്? ഞാൻ പോവാണ് പൂട്ട. ശാപ്പാടാണ് വലുത് എന്ന് ഞാൻ ധരിച്ചിരുന്നു. അല്ലേ? അല്ല, മനസമാധാനമാണ്. ഈ വീട്ടിലെ താളം തെറ്റി. ഒരാളുടെ ഭാരം കുറഞ്ഞാൽ അത്രയോ ആയല്ലോ. ടീച്ചറോട് പറഞ്ഞോ? ഇല്ലേ. എവിടേക്കാണ് പോണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമില്ലല്ലോ. കുട്ടിയായിരിക്കുമ്പോ തന്നെ അവള് കരയുന്നത് കണ്ടാൽ എനിക്ക് വലിയ വിഷമായിരുന്നു. പുറപ്പെടുമ്പോ ആ കാഴ്ച കാണണ്ടല്ലോ എന്ന് കരുതി. കൂട്ടാ, ചോദിച്ചാ പറഞ്ഞേക്ക്, മാമ എന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാഷ് പോകുന്നില്ലേ? സ്കൂൾ വിട്ടിട്ട് നേരം കുറെ ആയല്ലോ. അമ്മച്ചി പോവാടാ മോനെ. കണ്ട ജാതിക്കാരുടെ ആട്ടും തുപ്പും എല്ലാം കേട്ട് ഇത്രയും കാലം ഞാനിവിടെ കിടന്ന് നിന്നെ ഒരുത്തനെ ഓർത്തിട്ടാ. എനിക്ക് മതിയായി. ഈശോ, കരയാതമ്മച്ചി. നിങ്ങൾ എന്നതായി പറയുന്നേ? നിനക്ക് ഇവിടെ വലിയ വേലയൊന്നും ഇല്ലെന്ന് ഞങ്ങക്ക് മനസ്സിലായി തോമസ് കുട്ടിയെ. സുഖമില്ലാത്ത നമ്മുടെ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി ആ തള്ളക്ക് എന്നതൊക്കെയാ വിളിച്ചു പറഞ്ഞത്. അതും ഇതൊക്കെ പറഞ്ഞ അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ എന്റെ റോസിയെ, നമുക്ക് പോവാ. ഹായ്, എന്തുണ്ണത്? നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഞങ്ങള് നമ്മുടെ വീട്ടിലേക്ക് പോവാടാ മോനെ. എനിക്ക് സങ്കടങ്ങളൊക്കെ നിന്റെ അപ്പച്ചനോട് പറഞ്ഞൊന്ന് പൊട്ടിക്കരയണം, എങ്കിലേ എന്റെ നെഞ്ചിന്റെ വേദന മാറും. ഈനാശൂട്ടി വന്നാ പറഞ്ഞേക്ക് ഞാൻ ഇവരുടെ കൂടെ പോയിരുന്നു. 2 ദിവസം മരിയോളെ കൂടെ നിക്കാന്ന് വിചാരിച്ചു വന്നതാ. റോസി എന്തുണ്ടി അവളെന്നെ വിളിച്ചത്? ഇത്തിക്കണ്ണീന്ന്. കേട്ടട മോനെ, ഇത്തിക്കണ്ണീന്ന്. ഈനാശൂട്ടി ഇതങ്ങനെ അറിഞ്ഞ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ ദൈവം തമ്പുരാന് മാത്രം അറിഞ്ഞു. പോകാം അമ്മച്ചി. വരട്ടെ, ഞാൻ സരസ്വനോടൊന്ന് സംസാരിക്കട്ടെ. വേണ്ടടാ, നിന്റെ മോളെ ഒന്ന് കണ്ട് കൊതി പോലും തീർന്നില്ല എനിക്ക്. അവളെയും കൂട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതെല്ലാം പള്ളി നേർച്ച നേർന്നിട്ടാ നിന്റെ അപ്പച്ചന്റെ ദേഷ്യം ഒന്ന് മാറി കിട്ടിയെന്ന് അറിയാമോ? ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അമ്മച്ചി. തോമസ് കുട്ടി അകത്തേക്കല്ലേ, അവളുടെ അപ്പനൊക്കെ വന്നിട്ടുണ്ട്. എഴുത്തയച്ച് വരുത്തിയതാ. അവര് മോളെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ പോവാണെന്ന്. എന്നിട്ട് കാതൂത്ത് കല്യാണമൊക്കെ നടത്തി അവരുടെ കൂട്ടത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുക. അതൊക്കെ കുട്ടിയുടെ അമ്മ തീരുമാനിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ അപ്പര് ചുണ വേണം. താമരശ്ശേരി കുടുംബക്കാർക്ക് ഇങ്ങനെ വിലയില്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമ്മച്ചി നടക്ക്, ബസ് ഇപ്പൊ അങ്ങ് പോകും. ഞങ്ങള് പോവാ തോമസ് കുട്ടി. എന്റെ ഈനാശൂട്ടി വന്ന പറഞ്ഞേക്ക് ഞാൻ പോയിരുന്നു. ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് സരസ്വാട്ടോടെ സംസാരിക്കാനുണ്ട്. തൃപ്തിയായേ? എന്റെ അമ്മച്ചും ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. കാലത്ത് തുടങ്ങിയത് അവിടെ ബഹളം. എന്റെ വീട്ടുകാർ ആണല്ലോ എന്നെ അങ്ങ് ക്ഷമിച്ചുകൂടായോ? എന്നത്ര വിലയാത്ര എന്റെ കുടുംബക്കാര്. എന്റെ വീട്ടുകാരി ഇവിടെ വന്നപ്പോ തുടങ്ങിയതാ അവരുടെ അസുഖം.
വഴക്കൂടാ മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കുക എല്ലാവരും. ഒന്നും പറയണ്ട. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ പറ്റുകയില്ല. നാട്ടിലെ പള്ളി വെച്ച് ഞാൻ എന്റെ മോളെ മാമോദീസ മുക്കും. ആരോടും അഭിപ്രായം ചോദിക്കാൻ പോകുന്നില്ല. ആരെറുത്താലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ മോളാ, അവളെ നല്ല രീതിയിൽ വളർത്താനുള്ള ചുമതല എനിക്ക്. പക്ഷെ പ്രസവിച്ചാൽ ഞാന്, എനിക്കും കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോൾ എങ്ങനെ വളരണമെന്ന് ഞാനും കൂടിയാ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ ഞാനാ തീരുമാനിക്കേണ്ടത്. അതെപ്പി മുടിയും മാപ്പിളെ ചച്ചു ചുമ്മാ ഇരിക്കേ ചൊല്ലിക്കൊടുവേ. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അധികാരം എനിക്കുണ്ട് മാപ്പിളെ. അവക്ക് അമ്മ ഇല്ലെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് ഞാനാ. മീനാക്ഷി ചുമ്മാ എന്നാ അവൾക്ക് மட்டும் വായിരിക്കാ, നമുക്ക് വായില്ല. എന്നടി മാമി ചുമ്മാറി. ഈ കുട്ടിയെ ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുത്ത് കാത് കുത്തി ഇവളുടെ അമ്മയുടെ പേര് സേതുലക്ഷ്മി. അങ്ങനെ ചുമ്മാ ഒന്നും പോവില്ല. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടേ പോവും. നിങ്ങളുടെ കുട്ടി ഇതെന്റെ മോളാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ എന്റെ ഇഷ്ടം പോലെ വളർത്തും. நீ சும்மா இருடி. நீ எதுக்கு பயப்படுற? நீ பேசாம இரு. இந்த குழந்தைய நம்ம குழந்தையா தான் வளர்க்கணும். அவ குழந்தைய வளர்த்தப்படாது. நீ பேசாம இரு. ഇപ്പോഴാ നീ ആണായത്. എടാ പെണ്ണുങ്ങൾ നമ്മുടെ വരുതിക്ക് നിൽക്കണം. നിന്നില്ലേ നിർത്താൻ പഠിക്കണം. ഇനി നീ ഒന്നും അറിയണ്ട. മാമോദീസ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. റോസിയെ, ഞാൻ അമ്മച്ചോട് അപ്പോഴേ പറഞ്ഞില്ലയോ അവൻ അങ്ങനെ അവരുടെ താളത്തിനൊന്നും അവിടെ നിക്കത്തില്ലെന്ന്. ഒന്നുമില്ലല്ലോ, അവൻ എന്റെ ആങ്ങളെയല്ലയോ. ഇല്ലയോ തോമസ് കുട്ടി? അമ്മയാരിപ്പോ അവിടെ കിടന്ന് പുകയിലുണ്ടാവും റോസിയെ. ഇച്ചിക്കണ്ണി ആരും നമുക്ക് കാണിച്ചൊടുക്കപ്പോ. അല്ല പിന്നെ എനിക്ക് പോണം. ഈശോയെ, ഇത് കേട്ടോ അമ്മച്ചി? നീ എന്നെ എത്രയാടാ ഇപ്പൊ പോകുന്നത്? ഇത് നിന്റെ വീടല്ലേ? അത് തന്നെ. അതെ, പക്ഷെ എനിക്ക് പോണം. നാത്തൂനെ ഓർത്തിട്ടാണോ തോമസ് കുട്ടിയെ? എടാ, നിനക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിഞ്ഞൂടാ. 2-3 ദിവസം നീ അങ്ങോട്ട് ചെല്ലാതിരുന്ന നാത്തും കുഞ്ഞിനെ കൊണ്ട് താനെ ഇങ്ങ് വരും. ഇല്ലെങ്കിൽ നീ ഇവളെ ഇങ്ങനെ വിളി. അതെന്നാ എന്നെ വിളിക്കുന്നേ? അതെന്താട്ടി? അയ്യോ, തൊള്ളക്ക് തുടങ്ങി. ഓടി. ഇപ്പൊ നീ അങ്ങോട്ട് പോയാല് ഈ ജന്മത്ത് നീ പറയുന്ന ഒരക്ഷരം അവള് കേൾക്കത്തില്ല. അപ്പച്ചാ, നമുക്ക് ഏതായാലും മാമോദിസ മുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. സമയമാകുമ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നാ മതിയല്ലോ. അതെ തോമാസൂട്ടി, നീ വിഷമിക്കണ്ടട മോനെ. നിന്നോട് അവള് ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസത്തേക്ക് നീ ഒന്ന് വിട്ടു നിൽക്കടാ. നീ ഇല്ലാത്തന്റെ വില അപ്പോഴേ അവൾ അറിയുള്ളൂ. നോക്കാൽ നമുക്ക് ആരും ജയിക്കാന്ന്. പക്ഷെ എനിക്ക് ഇന്നൊന്ന് പോണം. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. സൂസി, നീ ചെലപോയ കടക്ക വിരിച്ച് അമ്മച്ചി പോയി ചോറെടുത്ത് വയ്ക്കാൻ പറ്റി നോക്കി നിൽക്കാതെ. ഞാൻ മീൻകറിയും ചൂടാക്കട്ടെ. എഴുന്നേറ്റ് വാ മോനെ, ചോറുണ്ണാം. സാമ്പാർ കൂട്ടിക്കുട്ടി നിന്റെ വാ മരച്ചു കാണും. വാടാ എഴുന്നേറ്റ്. എല്ലടാ. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും ചെരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആട്ടെ, വരട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഈനാചുട്ടിയെ. അതെയോ? ഇരിക്കേ. അല്ല, വീട്ടിൽ വന്നാലും നിന്നെ നേരെ കാണാൻ പറ്റത്തില്ലല്ലോ. നാട് മുഴുവൻ ഈ ടെമ്പോയ്ക്കാരി പറക്കല്ലേ എന്റെ ജോലി. റോസിക്കുട്ടിയെ, ഈനാശുഭം വന്നടി. അല്ല, അപ്പൻ എന്തിനാണാവോ എന്നെ കാണണമെന്ന് പറഞ്ഞേ? നീ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാ തോമസുട്ടിയെ. ഞാൻ പറയാവല്ലേ എന്റെ ഈനാശുകുട്ടി, ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അവന്റെ കുഞ്ഞിനെ മാമോദിസ മുക്കുക നമ്മുടെ പള്ളി വെച്ച്. ഒരു നല്ല പേര് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, റോസ്മേരിന്ന്. ഈശോയെ, ഇച്ചാനിത് എവിടെയായിരുന്നു? ഞാൻ എന്നും വിചാരിക്കും ഇച്ചാൻ ഇപ്പൊ വരുന്ന്.
പറ്റണ്ടേ മോളെ? തൊഴിലെന്ന് പറഞ്ഞ അവന് പണ്ടും ജീവനാ. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അമ്മ ഇങ്ങോട്ട് വന്നത് നീ അറിഞ്ഞ ചുട്ടി? ഉവ്, ഞാൻ തറവാട്ടി പോയി പറഞ്ഞു. എനിക്കെന്റെ റോസയെ കാണാഞ്ഞിട്ട് വല്ലാത്ത വിമിഷ്ടായിരുന്നു. മനസ്സിലായി. അമ്മായിയും മരുമോളും തമ്മിലുള്ള സ്നേഹം മൂത്താണല്ലോ. ഞാൻ ഇവളെയും കൂട്ടി മാറി താമസിക്കേണ്ടി വന്നത്. അതിനിപ്പോ അമ്മയെ മാത്രമായിട്ട് കുറ്റമൊന്നും പറയണ്ട. ഏതമ്മായിമ്മയ്ക്ക് ഇപ്പൊ പോരില്ലാത്തത്? റോസിയെ, ആ കാര്യം നീ ഇപ്പൊ ഇവിടെ വിളമ്പണ്ട. എന്താ വിളമ്പിയ? എടി പോരെ എവിടുന്ന് ഉണ്ടായിരുന്നു, ഇപ്പൊ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് നീ എന്നെ എഴുത്തയച്ചു വരുത്തിയത്? സദ്യ ഉണ്ണാൻ. വിളമ്പടി. ചുമ്മാ ചുമ്മാ പാവല്ലേടി തോമസ് കുട്ടി. വിളിക്കണ്ട നീ. ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല, കുറച്ച് അസൂയി. ഇപ്പൊ അതൊക്കെ പോയിട്ട് അളയാ, ഞാൻ അതിനെ അങ്ങനെ ഒന്നും പറയണ്ട. എടാ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ. ആടിക്കളിക്കരുത്. അളിയനുവേട്ടനെ ഒരു കിന്നാരം പറച്ചില്. ഒന്ന് വന്നേ. ഞാനോ? ആ, ഇതൊന്ന് പിടിച്ചേ. ഓ ഈശോ, എനിക്ക് ഇങ്ങനൊരു വിദ്യയും കൂടി അറിയാന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? എന്താ ചെയ്യാ? ഇരിഞ്ഞാകുളത്ത് കന്യാകുമാരി, കന്യാകുമാരി ഇരിഞ്ഞാലക്കൂടെ ഈ ഓട്ടല്ലേ. അതുകൊണ്ട് പറയാൻ മറന്നുപോയതാ. എന്നോടൊന്നും തോന്നരുത് കേട്ടാ. മോള് വണ്ടി കയറി ചെല്ലു മോളെ. ഞാനായിട്ട് ഇറക്കിയ കുരിശുകളൊക്കെ ഞാനായിട്ട് എന്നെ തിരിച്ചിട്ടുണ്ട്. ഇനി നിന്റെ കാര്യം അത് നീ നോക്കിക്കോ. എന്റെ കൊടയും ബാഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ഏൽപ്പിച്ചോളാം. ജോസ്, തോമസ് മാഷ് കുറച്ച് ദിവസമായിട്ട് ലീവില്ല. ഞങ്ങൾ വിചാരിച്ചത് മാഷും ടീച്ചറുമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുന്ന. മാഷപ്പോ വീട്ടിൽ വരാറില്ലേ? അതിനിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു മാഷ് ഇവിടെ സ്ഥലമാറ്റത്തിന് ശ്രമിക്കുന്നു. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. நீ எங்க போயிருந்த? இவாளல்ல நம்ம ஊர்ல இருந்து வந்திருக்கா? பெரிய மாமா வந்திருக்காரு, சீக்கிரமா வா. മാഷ കണ്ടോ? ഇല്ല, ലീവിലാണത്ര. ടീച്ചറെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവരൊക്കെ വന്നിരിക്കുന്നത്. അച്ഛനും മാമിയും ഭയങ്കര വാശിയില്ല. ഇനി മാഷ് വന്നാലും ടീച്ചറെ കൊണ്ടുപോകും തന്നെ അവര് പറയുന്നത്. ആരാ അവരെയൊക്കെ വരുത്തിയത്? അച്ഛനാവും. ആരെയും തടുക്കാൻ വരികയാണെങ്കിൽ ഒരു ബലം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കേ. ഞാൻ ഒരിടത്തേക്കും ഇല്ല. சச்சு, என்னது இது? நீ எங்க போயிருந்த? இனிமே எங்கேயும் போக கூடாது என்ன? நான் பயந்தே போயிட்டேன். അപ്പൊ കുട്ടാ, ചച്ചുണ്ടിയും കുഞ്ഞിന്റെയും ഡ്രസ്സൊക്കെ എടുത്തൊരു പെട്ടിക്കകത്ത് വെക്കണം. പിന്നെ കുഞ്ഞിന്റെ പാല്, മരുന്ന് കുപ്പി, ബൊമ്മ ഗെമ്മ എല്ലാം എടുത്തൊരു പെട്ടിക്കകത്ത് വെക്കണം. ഒന്നും മറക്കണ്ട കേട്ടോ. ചച്ചു, இன்னைக்கு நைட்டு 9:30 மணிக்கு நம்ம ஊருக்கு போறோம். ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചത്? யாருக்கிட்ட கேட்கணும்? இத்தனை நாளைக்கு உன் இஷ்டத்துக்கு நீ நடந்த. இனிமே நான் சொல்ற கொஞ்சம் கேளு. அந்த ஃபேமிலி கூட இருக்கிற பந்தமே நமக்கு வேண்டாண்டி. അപ്പൊ മാഷ് വരികയാണെങ്കിൽ என்னடா பெரிய மாஸ்டர், ஒண்ணும் இல்லாத வாத்தியாரு இந்த குழந்தைக்கு அப்பா இல்லன்னு விசாரிக்கும். ഇവളെ കല്യാണം കഴിക്കാൻ കാത്തിരുന്നതാ എന്റെ മോൻ ചുപ്പണി. ഇവളെ ഞാൻ അവന്റെ കൈ പിടിച്ചു കൊടുക്കും. ഒരു കുട്ടിയുണ്ടെന്നല്ലേ ഉള്ളൂ. ഓ, അതിപ്പോ വലിയ കാര്യമൊന്നുമല്ല. നിർത്തുന്നുണ്ടോ? കേട്ട് കേട്ട് മതിയായി. ഒരു നിമിഷം ഒരു സ്വസ്ഥത തരില്ല. சச்சு, விவரம் புரியாம பேசக்கூடாது. நாங்க எல்லாம் யோசனை பண்ணி தான் முடிவெடுத்திருக்கு. அண்ணா, உங்ககிட்ட என்ன பேச்சு? வாங்க.
എന്താ കുട്ട? നിങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആളല്ല, പക്ഷെ ഇത് അല്പം കടുപ്പായി പോയോന്നൊരു തോന്നല്. ഇതാ നിങ്ങൾക്ക് കയ്യോടെ തരാൻ ടീച്ചർ ഏൽപ്പിച്ചാണ് ഈ കത്ത്. എന്നോട് ദേഷ്യമാണെന്നറിയാം. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ മോളെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. ഇഷ്ടമുള്ള പേര് വിളിച്ച് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താം. അവകാശവാദം പറഞ്ഞു വരാൻ ഞാനുണ്ടാവില്ല. ക്ഷമിക്കണം. അങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ഒന്നു മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ അങ്ങേ പരിപൂർണമായി സ്നേഹിച്ചിരുന്നു. മിസ്റ്റർ തോമസ് കുര്യൻ, ഞാനാ. പേടിക്കാനൊന്നുമില്ല. ബോധം തെളിഞ്ഞപ്പോ നിങ്ങളെ അന്വേഷിച്ചു. എനിക്കകത്തേക്ക് പോകണോക്ക് പോയത്. നോ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. എന്നോട് ക്ഷമിക്കണം. തനിച്ചാണെന്ന് തോന്നിയപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. எப்படி இருக்கு? ചച്ചു എവിടെ ഇരിക്കാ? മോനെ തോമസ്, കുഞ്ഞിനെ ഇതാ മാമോദിസ കഴിയുന്നവരെ കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ നിർത്താം. என்ன மாமூலிசா அண்ணா சொல்லி கொடுண்ணா. സരസ്വതി, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ஆமா, எங்க ஆத்து கொண்டு போய் மொட்டை அடிக்கணும், காது குத்துணும், சோறு கொடுக்கணும். അതങ്ങ് മനസ്സിലിരിക്കട്ടെ. പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളിയാ? ആ വള്ളി എന്റെ മോന്റെ കുഞ്ഞാ. അത് ഞങ്ങളുടെ കൂടുതൽ തന്നെ വളരും. തിരുസഭയിൽ സ്ഥാനമുള്ളവരാ ഞങ്ങള്. സ്ഥാനമൊക്കെ നിങ്ങളുടെ വീട്ടില് നല്ല ഒന്നാന്തരം ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നവളാ ഞങ്ങളുടെ സരസ്വതി. അവളുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം ഞങ്ങൾക്കറിയാം, അല്ലയാണ? ആമാ. അയ്യടാ എന്റെ അമ്മേരെ, ഞങ്ങൾ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചവരാ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. എന്റെ വീട്ടിൽ വളർന്നാലും ഉങ്ക കുഴந்தை വളർന്നു റോസി, ഞാനൊന്നും പറഞ്ഞില്ല. തീർന്നോ? സരസു എന്റെ ഭാര്യയാന്നേ. ആമാ. ഇതെന്റെ ചോരെ പറഞ്ഞ കുഞ്ഞാന്നേ. അതെ. എന്നാല് ഞാനും സരസുവും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാമിയൊക്കെയായി. ഞങ്ങളൊന്ന് തുടങ്ങിയിട്ട് അപ്പന്റെ അമ്മയുടെ സ്നേഹമറിഞ്ഞ് വളരാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് അനുവദിക്കണം. എല്ലാവരും ചേർന്ന് എന്റെ സരസ്വിനെ ഗതിയാക്കിയില്ലേ, ഇനി അത് വേണ്ട. മാപ്പിളെ, ചച്ചു ഞങ്ങളുടെ മോളാണ്. മോനെ തോമസ് കുട്ടി. അമ്മച്ചി ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. വരികയോ കൂടുകയോ എന്ത് വേണേ അയക്കും. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ജീവിക്കാൻ പറ്റും. തോമസേ, ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പെങ്ങളെ, ഇന്നത്തെ വണ്ടിക്ക് തന്നെ പോവല്ലേ? അല്ലേ സ്വാമി? അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ എന്റെ ടെമ്പോ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. റോസി, ഇവരൊന്ന് പിടിച്ചു കയറ്റിയേ. കലക്കിട്ടോ. ഇനി ഇവിടെ നമ്മൾ മാത്രം. നമ്മളും നമ്മുടെ ഈ പുന്നാരമോളും മാത്രം. വനിതേ.